ഈശാവാസ്യോപനിഷത്ത് മന്ത്രം 16 44-ാമത്തെ പേജ്. ഊഷന്നേകർഷേ യമഃ സൂര്യ പ്രാജാപത്യ വ്യൂഹരശ്മീൻ സമൂഹ തേജോയത്തെ രൂപം കല്യാണതമം തത്തേ പശ്യാമി യോസാവസൗ പുരുഷഃ സോഹമസ്മി. പൂഷന്നേ കർഷേയമഃ സൂര്യ പ്രാജാപത്യവ്യൂഹരശ്മീൻ സമൂഹ തേജോ യത്തേ രൂപം കല്യാണതമം തത്തേ പശ്യാമി യോസാവസൗ പുരുഷഃ സോഹമസ്മി. പൂഷന്നേകർഷേ യമഃ സൂര്യ പ്രാജാപത്യ വ്യൂഹരശ്മീൻ സമൂഹ തേജോയത്തെ രൂപം കല്യാണതമം തത്തേ പശ്യാമി യോസാവസൗ പുരുഷഃ സോഹമസ്മി. പൂഷന്നേകർഷേ യമഃ സൂര്യ പ്രജാപത്യ നമ്മളെ പ്രജാപത്യവ്യൂഹരശ്മീൻ സമൂഹ തേജോ യത്തേ രൂപം കല്യാണതമം തത്തേ പശ്യാമി യോസാവസൗ പുരുഷഃ സോഹമസ്മി. അപ്പൊ വ്യാഖ്യാനം പറയണേ. പൂഷൻ പോഷണാത് പൂഷ, ജഗത്തിനെ മൊത്തം പോഷണം ചെയ്ത് നിർത്തുന്നത്. അതായത് നിങ്ങൾക്ക് ഇതിന്റെ ബാക്കി ഭാഗം ബൃഹദാരണ്യത്തിൽ കാണാം. നമ്മൾ ചെയ്യുന്ന കർമ്മം എല്ലാം സൂര്യനിലെത്തിയിട്ട്, അതായത് ഇവിടത്തെ ജഗത്തിനെ നിലനിർത്തണ്ടേ, ആ ജഗത്തിനെ നിലനിർത്താൻ, അതായത് ഇനിയും പുറകോട്ട് പോയാൽ ഈശ്വരൻ ജഗത്ത് സൃഷ്ടിക്കുന്ന സമയത്ത് ജീവന്റെ പ്രാരബ്ധത്തെ അനുസരിച്ചാണ് ജഗത്ത് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ജഗത്തിന്റെ സ്രഷ്ടാവാര ജീവനാണ്. നമ്മളിത് മുന്നേ സപ്താന്ന ബ്രാഹ്മണം പറഞ്ഞ സമയത്ത് അതിവിടെ വന്നിരുന്നു, ഈ ഉപനിഷത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൃഹദാരണ്യത്തിൽ പ്രസംഗമാണെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അന്നേരം പറഞ്ഞിട്ട് ഓരോരോ ജീവനും യജമാനനാണ് സപ്ത അന്നത്തെ സൃഷ്ടിച്ചും കൊണ്ട്. കാരണം അവന്റെ കർമ്മോപാസനകളാണ് ജഗത്തിന് കാരണമായിട്ട് മാറുന്നത്. ടീക്കേ, ജീവൻ, അതായത് ജീവന്മാര് മനുഷ്യരൂപത്തിലുണ്ട്, അല്ലാതെയുണ്ട്. പക്ഷെ മനുഷ്യനായിരിക്കുന്ന ജീവന് മാത്രമേ പുതിയൊരു കർമ്മം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ മറ്റുള്ള ജീവന്മാര് അവരുടെ കർമ്മത്തെ ഭോഗിക്കാനായിട്ടാണ് വരുന്നത്. അത് പൃഥ്വിലോകത്തിലാണെങ്കിലും സ്വർഗലോകത്തിലാണെങ്കിലും. സ്വർഗത്തിലുള്ള ദേവന്മാരാണെങ്കിലും അവിടെ പുതിയൊരു കർമ്മം അവർക്ക് സംഭവിക്കത്തില്ല. അവർ ചെയ്ത കർമ്മത്തെ ഭോഗിക്കാൻ നിൽക്കുകയാണ്. ആ ഭോഗം തീർന്നാല് സഞ്ചിത കർമ്മങ്ങളിൽ നിന്ന് പിന്നെയും ജന്മം കിട്ടിക്കോളും. ഇവിടെ ഇരിക്കുന്ന മനുഷ്യനൊഴിവായുള്ള ജീവന്മാർക്ക് അവരുടെ ദുഃഖഭോഗം സുഖഭോഗം കഴിഞ്ഞാൽ പിന്നെയും പഴയ സഞ്ചിതത്തിൽ നിന്ന് അടുത്ത ജന്മം കിട്ടും. എന്നപ്പോൾ ആ സഞ്ചിതത്തിന് കുറച്ചെടുത്തിട്ട് അടുത്ത ജന്മം കിട്ടുമ്പോൾ അത് പ്രാരബ്ധ കർമ്മമായിട്ട് മാറും. ഇപ്പോൾ നമ്മൾ മുമ്പുണ്ടായിരുന്ന കർമ്മങ്ങളിൽ നിന്ന്, അതായത് മുമ്പുള്ള നമ്മളുടെ സഞ്ചിത കർമ്മങ്ങളിൽ നിന്ന് പ്രാരബ്ധം ഉത്പന്നമായിട്ട് നമ്മളിപ്പോൾ ഭോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എല്ലാ ജീവനും സമാനമാണ്. പ്രാരബ്ധം ഒരു ജീവനെ കൊണ്ടും മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, പല കഥകളിലും 16 വയസ്സുള്ള ആൾക്കാർ 32 ചിരഞ്ജീവിയൊക്കെ കളഞ്ഞിട്ടുണ്ടല്ലോ, ഇതെങ്ങനെ സംഭവിക്കും? ഇത് ആദ്യമേ അങ്ങനെ തന്നെയാണത് എന്ന് പറഞ്ഞാൽ ആ 16-കാരൻ 32 ആവുകയും അതേപോലെ ചിരഞ്ജീവി ആവാനും ഒക്കെ ആദ്യമേ. അതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാല്, ഫലം അതപത്തേഹ എന്നൊരു ബ്രഹ്മസൂത്രമുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രകൃതി ഉപാസന ചെയ്താൽ പ്രകൃതി ജഡമാണെന്നിരിക്കെ ഫലം ആര് തരും ചോദിച്ചപ്പോൾ പറഞ്ഞ് ഈശ്വരൻ തരും ഫലം എന്നാ. അപ്പൊ ഈശ്വരനാണ് എല്ലാ ജീവന്മാരുടെയും സഞ്ചിതത്തിൽ നിന്ന് പ്രാരബ്ധം ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈശ്വരൻ ഒരാൾക്ക് 16 വയസ്സുള്ള പ്രാരബ്ധം ഉണ്ടാക്കി കൊടുത്തു. ഇവിടെ എത്തിയപ്പോൾ അങ്ങനെ ഒരു ദേവത ഉപാസന നടത്തി ഈശ്വരൻ കൊടുത്ത 16 വയസ്സിനെയും മറികടന്നു. ഇത് നിങ്ങൾ ഈശ്വരവാദികൾക്ക് ഇഷ്ടമുള്ള കാര്യമാണോ? ഇതിലൊരു പ്രശ്നം മനസ്സിലാവുന്നുണ്ടോ? പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഈശ്വരൻ അറിവില്ലായിരുന്നു ഇങ്ങേർക്ക് ഈ 16 ഇങ്ങേര് താഴെ പോയിട്ട് 32 ആക്കും എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തത്, ഈശ്വരന് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ദേവത ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈശ്വരനേക്കാൾ സാമർത്ഥ്യം ദേവതയ്ക്ക് വന്നു ചേരും. ഇത് രണ്ടും നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നിങ്ങളുടെ ഗുരുക്കന്മാർക്ക് മറ്റുള്ളവരുടെ പ്രാരബ്ധം എടുക്കാൻ പറ്റും. ഇല്ലേ മിണ്ടാതിരുന്നോളാം. തള്ളു നിർത്തി പരിപാടി വേറെ എന്തെങ്കിലും നടത്തുക, ഇങ്ങോട്ട് വന്ന് കയറിയേക്കരുത്. ठीक. അപ്പോൾ ശാസ്ത്രീയമായിട്ട് നിങ്ങൾക്ക് സർവജ്ഞതയും സർവകർത്തൃത്വവും ഈശ്വരനിൽ പറയേണ്ടത് കൊണ്ട് ഈശ്വരൻ കൊടുത്തിരിക്കുന്ന വയസ്സ് 16 എങ്കിൽ അത് 16 കിട്ടത്തുള്ളൂ. പിന്നെ ഇങ്ങനെ മറികണ്ഠം ചാടി 16 32 ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആദ്യമേ എഡിറ്റ് ചെയ്ത് വെച്ചത് എല്ലാ പ്രോഗ്രാമിംഗ് അങ്ങനെയായിരുന്നു. 16 തോന്നും, അത് ഞാൻ 32 ആക്കും, വേണമെങ്കിൽ ചിരഞ്ജീവിയാക്കും. ഇതൊക്കെ ആദ്യമേ ചെയ്തു വെച്ച സാധനമാണ്. ഇവിടെ വന്നിട്ട്
ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അവിടെ വന്ന് കയറിയാൽ. മനസ്സിലായോ? ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പഴയ സംഭവം തന്നെയാണ്. അന്നേരമാണ് സോക്കോൾഡ് ഗുരുക്കന്മാർ ശിഷ്യന്മാര് ഇത് നമ്മളുടെ പണ്ട് ചന്തുവിന്റെ കഥ പാടിയതുപോലെയാണ്. നവീന പാണന്മാരാണ്. അപദാനങ്ങൾ ചെയ്തു പോയില്ലെങ്കിൽ ചെയ്താൽ എന്തോ വലിയ കാര്യം എന്നുള്ളതാണ് ശിഷ്യന്മാരുടെ തോന്നിച്ച്. അതുകൊണ്ട് ഒരു ജാതി മീറ സ്വഭാവങ്ങളായിരിക്കും ചെയ്തത്. നിന്നങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങും. തൊഴുത് പിന്മാറിയാൽ പോലും ബോധക്കേടുകളാണ്. കാരണം അവർ കരുതുന്നത് ഇങ്ങനെ പറഞ്ഞു ജയിച്ചാൽ ഗുരുവിന്റെ എന്തോ കുറവ് കിട്ടും. എടാ മണ്ട, നിന്റെ ഗുരു നിനേക്കാൾ മണ്ടൻ, അതുകൊണ്ടാണ് ഈ വിവരക്കേട് വിളിച്ചു പറയുന്നത്. ഇതിനെയൊക്കെ സമർത്ഥിച്ചിട്ട് നിനക്കെന്ത് കിട്ടാനാ? ആരും മനസ്സിലാക്കിയോ? അപ്പൊ എന്ത് പറ്റി? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ കഥയാണ് നിങ്ങൾക്ക് നാരായണത്വ ഭ്രാന്തേട്ടൻ കാണിച്ചു തന്നത്. അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. പ്രാരബ്ധം ഭോഗേനൈവ ക്ഷീയതേ, ഭോഗം കൊണ്ട് മാത്രമേ പ്രാരബ്ധത്തിന്റെ ക്ഷയം നടക്കത്തുള്ളൂ. അന്നപ്പോൾ എന്ത് പറ്റി? എല്ലാറ്റിന്റെയും സ്രഷ്ടാവായിരിക്കുന്ന ഈശ്വരൻ ഒരാള് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പോലും ജഗത്ത് സൃഷ്ടിക്കുന്ന സമയത്ത് ഈശ്വരൻ സ്വന്തം നിലയ്ക്ക് ഒന്നും എടുത്തു വെക്കത്തില്ല. ജീവന്റെ പ്രാരബ്ധാനുസാരം മാത്രമേ പറ്റത്തുള്ളൂ. ഇങ്ങനെയുള്ള ജീവന്റെ കർമ്മങ്ങൾ സൂര്യനിൽ എത്തിച്ചേർന്നു. സൂര്യനിൽ നിന്ന് അത് വൃഷ്ടിയായി എന്ന് പറഞ്ഞാല് ഈ പ്രാരബ്ധം വൃഷ്ടി രൂപത്തിൽ, വൃഷ്ടിക്ക് മഴയ്ക്കുള്ള പ്രാരബ്ധം എല്ലാം ജീവന്റെ കർമ്മത്തിൽ നിന്നാണ്. അതിൽ നിന്ന് അന്നം ഉണ്ടാവുന്നു, അന്നത്തിൽ നിന്ന് പ്രജ ഉണ്ടാവുന്നു. ഇങ്ങനെ മൊത്തം ജഗത്ത് നിലനിർത്തുന്നത് ആദിത്യനായതിനാൽ ആദിത്യനിലൂടെ നമ്മൾ ഹിരണ്യഗർഭനോട് പറയുന്നതാണ്. കാരണം ഉപാസന ഹിരണ്യഗർഭന്റെതാണ്. ആദിത്യൻ ആ ഉപാസനാ സ്ഥലത്ത് എന്ത് മാത്രമാണ്? ഉപാധി മാത്രമായിട്ടിരിക്കുകയാണ്. അപ്പോൾ പൂഷൻ, ഹേ പൂഷൻ, ജഗത്തിനെ പോഷണം നടത്തുന്നുണ്ട്. ഹല്ലേ പൂഷൻ, ഏകേന ഋച്ചതി ഗച്ഛതീതി ഏകർഷി, ഹേ ഏകർഷേ. ഋച്ചതി എന്നുള്ളത് ഗച്ഛതി എന്നുള്ള അർത്ഥത്തിലാണ്. ഋഷിഗതോ ധാതുവാണത്. അപ്പം ഗച്ഛതി എന്ന് പറഞ്ഞു, ഋച്ചതി എന്ന് പറഞ്ഞു, ഗമിക്കുന്നു എന്ന അർത്ഥം കിട്ടും. ആ സൂര്യൻ ഒറ്റയ്ക്ക് ഗമിക്കുന്നവനാണ് ആകാശത്തില്. അല്ല, 7 കുതിരയുടെ പൂട്ടും കുതിരക്കാരനൊക്കെ ഇങ്ങോട്ട് പോയി. അതൊക്കെ മാറ്റും. അതുകൊണ്ടാണ് ഏകർഷേനെ പറഞ്ഞിട്ടുള്ളൂ. ഒറ്റയ്ക്കാണ് ചരണം. യമ, സകലത്തിനെയും നിയമനം നടത്തുന്നുകൊണ്ട് യമനായി. സൂര്യ, അതായത് രശ്മികളിലൂടെ, സൂര്യന്റെ രശ്മികളിലൂടെ എല്ലാ ജീവന്മാരായിട്ട് ബന്ധപ്പെടുന്നത് കൊണ്ടും ഇവിടെ ഇരിക്കുന്ന ജലത്തെ ആഗിരണം ചെയ്യുന്നത് കൊണ്ടും രസാദികളെ ആഗിരണം ചെയ്യുന്നത് കൊണ്ടൊക്കെ നമ്മൾക്ക് ഈ ആദിത്യനെ സൂര്യൻ എന്ന് വിളിക്കാം. സ്വീകരണാത് സൂര്യ എന്ന് പറയും. ഏതിനൊക്കെ? രശ്മികളെയും പ്രാണന്മാരെയും രസത്തെയൊക്കെ ബന്ധിക്കുന്നത് കൊണ്ട്, ബന്ധപ്പെടുന്നതിനാൽ, സംബന്ധിക്കുന്നത് കൊണ്ടാണ് നമ്മൾ സൂര്യൻ എന്ന് വിളിക്കുന്നത്. ഇനി പറയാണ് പ്രാജാപത്യ. പ്രജാപതിയുടെ മക്കൾ, അപത്യങ്ങൾ, അവരെയാണ് പ്രാജാപത്യന്മാർ എന്ന് പറയുന്നത്. ഇതിന് നിങ്ങൾക്ക് ടീക്കയില് പ്രജാകാമോ ഭവൈ, അതായത് 45-ാമത്തെ പേജിൽ 1-ാമത്തെ ടിപ്പണി കണ്ടാൽ മതി. പ്രജാപതിരപത്യമിതി കസ്മാത്, ഒരു ഐഫോൺ ഇട്ടോ, പ്രജാകാമോവൈ. ഇത് തുടങ്ങുന്നത് ഇങ്ങനെയല്ല. തസ്മൈ സഹോവാച പ്രജാകാമോവൈ പ്രജാപതി തപസ്തപ്ത്വ മിഥുനം ഉത്പാദയത്തെ എന്നാണ്. ഇവിടെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. റേഞ്ച പ്രാണഞ്ച ഏതോ മേ ബഹൂധ പ്രജാഹ കരിഷ്യത ഇതി എന്നാണ് മന്ത്രം. ഇത് പ്രശ്നോപനിഷത്തിലെ 1-ാം പ്രശ്നത്തിന്റെ 4-ാം മന്ത്രമാണ്. പ്രശ്നോപനിഷത്തിൽ 6 പ്രശ്നങ്ങളാ, ചോദ്യങ്ങളാ, പ്രഹ്ലാദരോട് ചോദിക്കുന്നതാണ്. അവിടെയാണ് നിങ്ങൾക്ക് എന്ത് കാണുന്നത്? അവിടെയാണെന്ന് തോന്നുന്നില്ല പ്രശ്നോപനിഷത്ത്. അതെ, എന്ത് കാണാം? ഒരു ഭാഷ്യത്തിലൊരു പങ്ക്തിയുണ്ട്, സർവജ്ഞ കൽപ്പഹ പിപ്ലാദ എന്ന് പറയും. അതായത് ഗുരുസ്ഥാനത്ത് ഇരിക്കാൻ ആരാണ് യോഗ്യൻ? ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠനാണ് ഗുരു. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ പൂമ്പാറ്റകളെ പറപ്പിക്കുന്നത്. സോക്കോൾഡ് ഗുരുക്കന്മാരെ ശ്രോത്രിയനോ അല്ല, പിന്നെ ബ്രഹ്മനിഷ്ഠൻ. അതെങ്ങനെയാ? അത് ഞങ്ങളെ ഫാമിലിയിൽ അങ്ങനെയാ. ജനിച്ചാൽ ബ്രഹ്മനിഷ്ഠന്മാരായിരിക്കും. ഗുരു ഗു എന്ന് പറഞ്ഞാൽ അജ്ഞാനം. ഗു എന്ന് പറഞ്ഞാൽ അജ്ഞാനം. രു എന്ന് പറഞ്ഞാല് അജ്ഞാനത്തെ നിന്ന് ജ്ഞാനത്തിലേക്ക് കൊണ്ടുവരുന്ന, രു എന്ന് പറഞ്ഞാൽ രുഹു പ്രാദുർഭാവം എന്നുള്ളതല്ലേ രു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഗുരു എന്ന് പറഞ്ഞാൽ അജ്ഞാനം ഉണ്ടാക്കി കൊടുക്കുന്ന ആളെന്നല്ലേ പറയേണ്ടത്? ഇതെവിടെയാണ് ഗു എന്ന് പറഞ്ഞാല് അജ്ഞാനവും രു എന്ന് പറഞ്ഞ് വർദ്ധിപ്പിക്കുന്നതെന്നൊക്കെ എവിടുന്ന് കൊണ്ടുവരുന്നുള്ളതാണ്. രുഹു, അതായത് ഒരു പദം കൊണ്ടുവരണ അതിന്റെ പിറകിൽ ഒരു അർത്ഥം വേണ്ടേ? നമുക്കങ്ങനെ കൊല സാധനം തട്ടാം.
എന്തൊക്കെ തട്ടിണ്ടാക്കുക? ഈ ആരാണോ ഈ ഗുരുവിനെ പൊക്കിക്കൊണ്ട് വരുന്നത് പ്രശ്ന കേസായിരിക്കും ഇതൊക്കെ. തടസ്സം ചെയ്യുന്ന തടസ്സം ചെയ്യുന്നത് അർത്ഥം ചെയ്യുക. ഏതിനെ തടസ്സം ചെയ്യണം? ജ്ഞാനത്തെ, അജ്ഞാനത്തെ. അതിന് ആദ്യം അജ്ഞാനം പോയിട്ട് വേണ്ടേ ബാക്കിയുള്ളവരുടെ അജ്ഞാനത്തെ തടസ്സം ചെയ്യാൻ പോകണ്ടേ? ഈ വിളിച്ചു പറയുന്ന ഗുരുക്കന്മാര് ഗു എന്നുള്ളത് അജ്ഞാനമാണ്, രു എന്നുള്ളത് അതിന്റെ നാശമാണ്, ഗുരുരിത്യ അഭിധീയത എന്നൊക്കെ പറഞ്ഞോ. പക്ഷെ സംഭവം നിങ്ങളിൽ വർക്കൗട്ട് ആയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ പറയുന്ന ആളില് അജ്ഞാനം നശിച്ചത് കൊണ്ടാണോ നിങ്ങൾ ഈ മക്കളോടൊക്കെ വിളിച്ചു പറയുന്നത് ഗുരുവിന്റെ അർത്ഥം എന്നതാണെന്നുള്ളത്? അല്ലല്ല. പക്ഷേ നാട്യം എന്തായിരിക്കും? ഞാൻ ഈ പറഞ്ഞ ഗ്രൂപ്പ് പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും ഈ ഒരു പ്രശ്നം കൊണ്ട് വെക്കുന്നത്, ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമാണ്. ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠൻ ഗുരു എന്നുള്ളത് എവിടെയുള്ളതാണ്? മന്ത്രത്തിലുള്ളതാണ്. തന്നെ വിജ്ഞാനാർത്ഥം ഗുരുമേവ അഭിഗച്ഛ ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. ठीक ഏത് മന്ത്ര? എനിക്കത് മുണ്ടകത്തിലാണ്. നിങ്ങൾ അടുത്ത ഗ്രന്ഥത്തിൽ തന്നെ കാണാം. ഈ ബ്രഹ്മസ്വരൂപ ജ്ഞാനത്തിനായിട്ട് ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായിരിക്കുന്ന ഗുരു സമീപത്തിലേക്ക് പോകണമെന്നാ. ശ്രോത്രിയൻ എന്ന് പറഞ്ഞ ആരാ? ഛന്തോദീതേ, അതായത് തന്റെ ഗുരുവിൽ നിന്ന് ശ്രവണമനന നിധിധ്യാസനം നടത്തിയ ആള് ഒന്ന്. പിന്നെന്ത് വേണം? ബ്രഹ്മാകാര വൃത്തിയും വേണം. ഈ ബ്രഹ്മാകാര വൃത്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റാർക്കും നിശ്ചയിക്കാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ ഗുരുവിനെ കണ്ടെത്തുന്നത്? അങ്ങനെയൊന്നും ഒരു മീറ്റർ വെച്ച് കണ്ടെത്താൻ പറ്റുന്നില്ല. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഗുരുവിനെ കിട്ടി? പ്രാരബ്ധ അധിഷ്ഠിതമായിരിക്കുന്ന ഗുരുക്കന്മാരെ എല്ലാവർക്കും കിട്ടത്തുള്ളൂ. ജ്ഞാനിയായിരിക്കുന്ന ഗുരുവിനെ കിട്ടണമെന്ന് ചിന്തിക്കുന്ന ശിഷ്യൻ ആലോചിച്ചിട്ടുണ്ടോ തനിക്ക് അത്രമാത്രം യോഗ്യത ഉണ്ടോ എന്നുള്ളത്? ഒന്ന്. ഇനി ഇതെന്ത് മീറ്റർ ആണ് ഉള്ളത് ഒരു ഗുരുവിനെ ജ്ഞാനിയാണോ അജ്ഞാനിയാണെന്ന് തിരിച്ചറിയുന്നത്? അല്ലല്ല, ഗുരു ചില നമ്മളെ കഴിഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ചില ആക്ഷൻ കാണിക്കും, അന്നേരം മനസ്സിലാവും എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറ്റുമോ? ഇവിടുന്ന് ഒരുത്തം പറഞ്ഞിരുന്നു, കുറച്ചു നേരത്തേക്ക് ഒരു കഴിവ് തരും, അതിൽ നിന്ന് ഗുരുവിന് മനസ്സിലാക്കാം. ആഹാ, എന്താ ഗുരുവിനെ രക്ഷിക്കാനുള്ള തത്രപ്പാടേ. പ്രാരബ്ധത്തിനനുസരിച്ചാണ് ഗുരുവിനെ കിട്ടുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പൊ അവരവരുടെ മുമ്പിൽ വരുന്നവർ ഗുരുവാന്ന് അവർക്ക് കൽപ്പിച്ചുകൂടെ? അവരുടെ പ്രാരബ്ധത്തിനനുസരിച്ച് ഇപ്പോ അങ്ങനെ കൽപ്പിച്ചിട്ടല്ലേ ശിഷ്യനായിട്ട് പോകുന്നത്? അങ്ങനെ കൽപ്പിച്ചിട്ടാണല്ലോ ശിഷ്യന്മാരായിട്ട് പോകുന്നത് കൂട്ടത്തില്. അതെ, അല്ലാതെ എല്ലാവർക്കും ഇപ്പൊ ബ്രഹ്മജ്ഞാനം കിട്ടാൻ പാകത്തിനുള്ള പ്രാരബ്ധം ഇല്ലല്ലോ. അപ്പൊ അവരവരുടെ പ്രാരബ്ധത്തിനനുസരിച്ച് അവരവരുടെ ഗുരുവിനെ കണ്ടെത്താൻ പറ്റത്തുള്ളൂ. ഗുരു എന്നുള്ള ശബ്ദം നമ്മള് കളരി ഗുരുവിനെ ഗുരു തന്നെയല്ലേ വിളിക്കുന്നത്. പഠിപ്പിക്കുന്ന ആരും നമ്മൾ ഗുരുക്കന്മാർ തന്നെയാ ഗുരു എന്നാ വിളിക്കാറ്. അപ്പൊ അവരൊക്കെ അജ്ഞാനം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? പെടുത്തിയിട്ടുണ്ട്. ഏതിന്റെ? അടി വന്നപ്പോൾ തടുക്കാൻ ഏത് മാർഗമായിരുന്നു എന്നറിയാതിരുന്നപ്പോൾ ആ മാർഗം പറഞ്ഞു കൊടുത്തു. അതും ഒരു തടവാണ്. ഇതോ എന്താ പഠിക്കുന്നത്? ഈ ഗുരുവിന്റെ നിന്ന് എങ്ങനെ ഉടായിപ്പ് ഇറക്കാം, അതറിയത്തില്ലെങ്കിൽ ഇവിടുന്ന് പഠിച്ചു പോകാം. ഒന്നാം നമ്പർ കിലാടികളെ ഉണ്ടാക്കിയെടുക്കാം. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞ കിലാടികൾ എന്നുള്ളത്? അതായത് അറിവില്ലായ്മയിൽ ഇരുന്നിട്ട് പോലും അറിവുണ്ടെന്നും ഞങ്ങൾ നാട് നന്നാക്കി തരാന്ന് ഒരാൾ പറയുകയും ആ ഗ്രൂപ്പിൽ നിന്നിട്ട് ഒരു PR വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രമാത്രം പരിപാടി ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. അത് അവിടെ പിപ്പലാദരെ കുറിച്ച് പറയുന്ന നേരം സർവജ്ഞ കൽപ്പഹ എന്നൊരു ശബ്ദപ്രയോഗം നടത്തുന്നുണ്ട്. കൽപ്പപ്രത്യം വരുന്നത് തന്നെ ഈഷദ അസമാപ്തോ കൽപ്പദേശീയ ദേശീയരഹ എന്നുള്ള സൂത്രത്തിൽ നിന്നാണ്. കുറച്ച് ന്യൂനത ഇരിക്കുമ്പോഴാണ് കൽപ്പപ്രത്യം വരുന്നത്. അപ്പൊ സർവജ്ഞ കൽപ്പഹ എന്ന് ഉദ്ദേശിച്ചത് സർവജ്ഞനായിരിക്കണം എന്നില്ല. ശാസ്ത്രത്തിന്റെ ജ്ഞാനമുള്ളത് കൊണ്ട് സർവജ്ഞന്റെ തൊട്ട താഴെ ഇരിക്കുന്നത് കൊണ്ട് സർവജ്ഞ കൽപ്പഹ പറയാം. അന്നപ്പോൾ ഗുരുവായിരിക്കുന്നേ പിപ്പലാദനെ കാണിച്ചും കൊണ്ടാണ് പിപ്പലാദ സർവജ്ഞ കൽപ്പഹ എന്ന് പറഞ്ഞു കളഞ്ഞത്. അപ്പൊ രണ്ട് രീതിയിൽ ഭാഷാന്വയത്തിലൂടെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാം. ഒന്ന്, ശ്രോത്ര ബ്രഹ്മനിഷ്ഠനായിരിക്കും ഗുരു, അല്ലെങ്കിലോ സർവജ്ഞ കൽപ്പ എന്ന് ഉദ്ദേശിച്ചത് ബ്രഹ്മാകാര വൃത്തി ഇല്ലെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഗുരുവാണത്. കാരണം ഈ 6 കുട്ടികൾ ചോദിക്കുന്ന ചോദ്യത്തിന് അവർ അങ്ങനെ പറയുന്നു, നിങ്ങൾ 1 വർഷം ഇവിടെ ബ്രഹ്മചര്യ വാസം നടത്തൂ, എന്നിട്ട് നിങ്ങൾ ചോദിക്കി, ആ സമയത്ത് എനിക്ക് അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞുതരാമെന്ന് വളരെ വിനയാന്വിതനായിരിക്കുന്ന ഗുരുവാണ് ഇവിടെ. ഞാൻ അറിയാമെങ്കിൽ പറഞ്ഞു തരാമെന്ന് പറയും. പക്ഷെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കുന്നത് കാണാം. അപ്പോൾ ഭാഷകാരൻ ബോധപൂർവ്വം ഒരു ശബ്ദപ്രയോഗം നടത്തിയതാണത്. ഏത്? സർവജ്ഞ കൽപ്പഹ എന്ന്. അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കാം, ഈ ശാസ്ത്രത്തില് 2 പേര് ഗുരുസ്ഥാനത്തിരിക്കും. ഒന്ന് ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനും, രണ്ടാമത്തത് ശ്രോത്രിയനും ഇരിക്കും. അതായത് പരമ്പരയിൽ പഠിച്ചു വന്ന് മറ്റൊരാളെ പഠിപ്പിക്കുന്ന ആളും. എന്തുകൊണ്ടാ? ഇവിടെ നിന്നാണ് നമ്മളുടെ ബ്രഹ്മാകാര വൃത്തിക്കുള്ള ഒരു പ്രാരബ്ധം നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നത്. അല്ല, പ്രാരബ്ധത്തിന് അധിഷ്ഠിതമായിട്ടാണോ? അതെ.
പറയത്തില്ലേ, പൂർവ്വജന്മത്തിൽ ചെയ്തിരിക്കുന്ന ജന്മജന്മാന്തരത്തിൽ ചെയ്തിരിക്കുന്ന കർമ്മവും ജ്ഞാനത്തിന് കാരണമായി മാറും. അവിടെ നിങ്ങൾ അതേപോലെ ഇനി എങ്ങനെ ഹിരണ്യഗർഭ ലോകത്തിലേക്ക് പോകുമ്പോൾ പോലും വേണ്ട, ഹിരണ്യഗർഭ ലോകത്ത് പിന്നെ അവിടെ എത്തിയിട്ട് കിട്ടുമെന്ന് വിചാരിക്കാം. യോഗഭ്രഷ്ട അഭിജായതേ, യോഗഭ്രഷ്ട ശബ്ദത്തെ മലയാളി എടുത്ത് അലക്കി, അതായത് നാറ്റിച്ചതുപോലെ വേറെ ആരും നാറ്റിച്ചിട്ടുണ്ടാവില്ല. ശരിക്കും യോഗഭ്രഷ്ടന്റെ അർത്ഥം ശ്രവണ മനന നിധിധ്യാസനങ്ങൾ ചെയ്ത് ബ്രഹ്മാകാര അപരോക്ഷ വൃത്തിയിൽ എത്തുന്നതിന് മുന്നേ ശരീരം വിട്ടുപോയ ആളാണ് യോഗഭ്രഷ്ടൻ. മലയാളികൾക്ക് പിന്നെ എന്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു മലയാളിയുടെ സ്വഭാവം അതിൽ കാണിക്കുന്നുള്ളതാണ്. അതേപോലെ തന്നെ ആരുടെ ഈ ചാന്തോക്യത്തിലുണ്ട് ജാബാലന്റെ മകൻ ജാബാല പറഞ്ഞു കൊടുക്കുന്നതാണ്, നീ പറഞ്ഞാൽ മതി ഞാൻ ജാബാലൻ എന്നാണെന്നുള്ളത്. അന്നേരം മൊത്തം കഥ പറയും. എന്ത്, ജാബാലയ്ക്ക് ആരാണ് ഭർത്താവ് എന്ന് അറിയത്തില്ലായിരുന്നു. ഈ കഥയൊന്നും അവിടെ ഇല്ല മക്കളെ, ഇത് നിങ്ങളായിട്ടുണ്ടാക്കിയ സാധനങ്ങളത്. മലയാളിയുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു പെയിന്റ് അടിയുണ്ട്. അത് സ്വന്തം സ്വഭാവത്തിനനുസരിച്ച് നമുക്ക് പെയിന്റ് അടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്, കാമോ വൈ പ്രജാപതിസ്, പ്രജകളെ കാമിച്ചവനാണ് പ്രജാപതി. എന്നിട്ട് എന്ത് ചെയ്തു, തപസ്തത്വ, പ്രജകൾ ഉത്പാദിപ്പിക്കാനുള്ള ചിന്തനമാണ് ഇവിടുത്തെ തപസ്. എന്നിട്ട് മിഥുനം ഉത്പാദയതേ, മിഥുനം എന്ന് പറഞ്ഞാല് ഇരട്ടയെ ഉത്പാദിപ്പിച്ചു. ഏതിനെയാ, രയും ച പ്രാണൻ ച, ഒന്ന് രയി രണ്ടാമത്തെ പ്രാണൻ. ഇനി മുന്നോട്ട് കാണാം, ഈ മന്ത്രത്തിന്റെ ഭാഗം അല്ലത്. ആദിത്യോ വൈ പ്രാണഹ എന്ന് കാണാം. ആദിത്യം പ്രാണനും രയി ചന്ദ്രമ എന്നും കാണാം. ഇതിൽ നിന്നാണ് ഇനി മുന്നോട്ടേക്കുള്ള എല്ലാ സൃഷ്ടികളും വരുന്നത്. അതുകൊണ്ട് ഈ ആദിത്യനും ആരാ, പ്രജാപതിയുടെ കുഞ്ഞാണ്. അതുകൊണ്ട് പ്രജാപതിയുടെ അപത്യത്തെ എന്ത് പറയാം, പ്രാജാപത്യ എന്ന് പറയാം. നീ എന്ത് ചെയ്യണം, രശ്മീൻ വ്യൂഹ, രശ്മിയെ ഏകീകരിക്കൂ. എന്നിട്ട് എന്ത് ചെയ്യണം, വ്യൂഹ എന്നുള്ളതിന് വിഗമയ എന്ന് അർത്ഥം പറയുന്നുണ്ട്. സമൂഹത്തെ ഇതിനെ തിരിച്ചിട്ട് അന്വേഷിച്ചോ, രശ്മിൻ സമൂഹ രശ്മീൻ വ്യൂഹ, രശ്മിയെ ഏകീകരിപ്പിക്കൂ. എന്നിട്ട് നീ അതിനെ മാറ്റിത്തരൂ. കാരണം അത് പാത്രം പോലെ നിൽക്കുന്നു എന്നല്ല പറഞ്ഞത് നേരത്തെ കഴിഞ്ഞ മന്ത്രത്തില്. അതിനെ നീ ഏകീകരിപ്പിച്ചിട്ട് മാറ്റിത്തരണം. എന്തിനാ, ഏത്ത് തേ, രണ്ട് പദമാണ് അത്. തേ ഏത്ത് രൂപം, നിന്റെ ഏതൊരു വാസ്തവ രൂപം ഉണ്ടോ. എങ്ങനെയാ, തേജോ രൂപം. തേജോ രൂപം എന്ന് ഉദ്ദേശിച്ചത് എന്തായിരിക്കും, ആ നഖാഗ്രം സുവർണ ഏവ എന്ന് ചാന്തോക്യത്തിൽ കാണാം. നഖാഗ്രം വരെ, തല മുതൽ നഖാഗ്രം വരെ സുവർണമാണ്. സുവർണ ശ്മശ്രു. അങ്ങയുടെ മീശയും സുവർണ നിറത്തിലാണ്. കണ്ണായിരിക്കട്ടെ ചന്താമര പോലെ ചുവന്നിരിക്കുന്നതാണ്. കല്യാണതമം, അത്യന്ത കല്യാണ സ്വരൂപമാണിത്. തത് രൂപം, തേ രൂപം പശ്യാമി. പശ്യാമി എന്നുള്ളത് ലട്ടില് മധ്യം, ഉത്തമ പുരുഷ ഏകവചനമാണിത്. ഓക്കെ, ഇതിന് നിങ്ങൾ ലോട്ട് ഉത്തമ പുരുഷ ഏകവചനമായിട്ട് കണക്കാക്കുക. പശ്യാനി എന്ന് മനസ്സിലാക്കുക. കണ്ടോട്ടെ എന്നർത്ഥം കിട്ടും. ഞാൻ കാണുന്നു എന്നുള്ളതിന് പകരം ഞാൻ കണ്ടോട്ടെ എന്നർത്ഥം എടുക്കണം. അത് നമുക്കിനി ടീക്കാഭാഷ്യത്തിലൊക്കെ വെച്ചു വരും. യോസോ വസോ പുരുഷ സോഹമസ്മി. വാസ്തവത്തിൽ ഞാനിവിടെ ഭൃത്യനെ പോലെ യാചിക്കൊന്നുമല്ല. കാരണം ഞാൻ നീ തന്നെയാകുന്നു, എനിക്ക് അറിയായിട്ടല്ല. കാരണം എന്താ, ഉപാസന ചെയ്യുന്ന സമയത്ത് എന്റെ കണ്ണിലിരിക്കുന്ന പുരുഷനും ആദിത്യനിലെ പുരുഷനും ഏകനായിരിക്കുന്ന ഹിരണ്യഗർഭനായിരിക്കുന്ന ഞാനാകുന്നു എന്നാണ് ഉപാസനയുടെ സ്വരൂപം. അഹങ്ഗ്രഹ ഉപാസനയാണ് ഇവിടെ. ഉപാസനയിലെ ഹയസ്റ്റ് ആണ് അഹങ്ഗ്രഹ ഉപാസന. അഹങ്ഗ്രഹം എന്ന് ഉദ്ദേശിച്ചത്, ഗ്രഹം എന്ന് പറഞ്ഞാൽ ജ്ഞാനം. അഹംത്വേന ഗ്രഹം അഹങ്ഗ്രഹം എന്ന് പറഞ്ഞാല് ഞാനാണെന്ന് അവിടെ കരുതിക്കൊള്ളണം. ഉപാസനയോട് കൂടെ ഏതാണ് ഉപാസ്യ വസ്തു, അത് ഞാനായിരിക്കുന്ന ഉപാസ്യ വസ്തു ആയിരിക്കും. ഇങ്ങനെയുള്ള പല സ്ഥലത്ത് ഉപാസന കാണാം, അഹങ്ഗ്രഹ ഉപാസന. അതുകൊണ്ട് തന്നെ ഞാൻ ഭൃത്യനെ പോലെ യാചിക്കുകയൊന്നും അല്ല. യോസോ പുരുഷ സോ അഹമസ്മി. വാസ്തവത്തിൽ ഏതൊരു പുരുഷനാണോ ഈ ആദിത്യമണ്ഡല അന്തർഗതൻ, അത് ഞാൻ തന്നെയാണ്. മനസ്സിലായോ? നിങ്ങൾക്കിനി ചാന്തോക്യത്തില് ഒരു സമ്പർക്കം, അതായത് പ്രാണോപാസകൻ വരുന്ന നേരം അവിടെ അഭിപ്രായൊക്കെ ആയിട്ടുള്ള സംവാദം വരുന്നുണ്ട്. ആ സമയത്ത് അവര് ഭക്ഷണം കഴിച്ചു കൊടുക്കുകയായിരിക്കും. ഈ പ്രാണോപാസകൻ വരുന്ന നേരം ഇവർ പ്രാണോപാസകന് ഭക്ഷണം കൊടുക്കാതെ കഴിക്കാൻ തുടങ്ങും. അന്നപ്പോൾ പ്രാണോപാസകൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഏതൊരു പ്രാണനായിരിക്കുന്ന എനിക്ക് വേണ്ടിയാണോ അന്നം പാകം ചെയ്യപ്പെടുന്നത് പോലും അങ്ങനെ ഇരിക്കുന്ന പ്രാണനായിരിക്കുന്ന എനിക്ക് തരാതെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുവോ എന്ന് ചോദിക്കും. ഇതെന്തിനു വേണ്ടിയാ? ഒരാളുടെ അഭിമാന സ്ഥലം കാണിച്ചതാണ്. ഉപാസന എന്നുള്ളത് കുറച്ചു നേരം കിണ്ടിയും വിളക്കും വെച്ച്
ഉഴിഞ്ഞിട്ട് താഴെ വെച്ചിട്ട് ജോലിക്ക് പോകുന്ന പരിപാടിയില്ല. ആ വ്യക്തിക്ക് സ്ഥിരമായിട്ട് ഒരാകാരത്തിലായിരിക്കും വൃത്തി ഉണ്ടാവുക. നമ്മൾ പറയുന്നില്ലേ, അത്യന്ത ബുദ്ധിമാന്തിയാതുവാ സാമഗ്ര്യാവ്യാപ്യ സംഭവാത് യോ വിചാരണ്ണ ലഭതേ ബ്രഹ്മോപാസീത സോ നിശം. അതായത് ആർക്കാണോ ബുദ്ധി സാമർഥ്യമില്ല, അതേപോലെ ആചാര്യനെയും കിട്ടിയില്ല, നിൽക്കാൻ സ്ഥലമില്ല, അപ്പൊ പിന്നെ വേദാന്ത വിചാര സമ്പന്നാകത്തില്ല. അങ്ങനെയാണെങ്കിൽ പോലും എന്ത് ചെയ്യുക? ചുരുങ്ങിയ പക്ഷം ഞാൻ പരമാത്മാവാണ് എന്നുള്ള ഉപാസന ചെയ്യുക. ഉപാസന ചെയ്യുന്ന നേരം ഭാഷകാരൻ പറയും, നിരന്തരമായിരിക്കുന്ന മാനസവൃത്തിയാണ്, ക്രിയയാണ് ഉപാസന എന്നുള്ളത്. അത് ഇടതടവില്ലാതെ അഭിമാനം എത്തണം. നമ്മൾക്ക് എപ്രകാരം ശരീരത്തിൽ ജ്ഞാനം ബുദ്ധിയുണ്ടോ, ഇതേപോലെ പരമാത്മാവിലെ ജ്ഞാനം എന്നുള്ള ബുദ്ധി ഉറക്കുകയാണ് അവിടെ. ഇങ്ങനെ ചെയ്തവന് പ്രമാണം കയ്യിലുണ്ടെങ്കിൽ അപരോക്ഷ ബ്രഹ്മാകാര വൃത്തി ഉണ്ടാവും. കാരണം പ്രമാണത്തിൽ നിന്ന് അപരോക്ഷ ബ്രഹ്മാകാര വൃത്തി ഉണ്ടാവേണ്ടതാണ്. അതിന് പ്രതിബന്ധകനായിരിക്കുന്നത് അന്ധകരണത്തിലെ മാലിന്യമാണ്. എത്ര വിധ മാലിന്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നത്തെ ടിപ്പണിയിൽ? മലവിക്ഷേപ രൂപങ്ങളിൽ 2 വിധം ഉണ്ടായിരുന്നു. 39ാമത്തെ പേജിൽ 2ാമത്തെ നമ്പർ ടിപ്പണിയിൽ മുതൽക്ക് നോക്കിയാൽ മതി. ഇനി നിങ്ങൾ ഭാഷ്യം കാണുക. പൂഷൻ നിധി സംബോധന പ്രതിമയിലാണിത്. ഹേ പൂഷൻ, സ്പഷ്ടീകരണം കൊടുത്തു. എന്തുകൊണ്ടാണ് പൂഷൻ എന്ന് പറയുന്നത്? ജഗതഃ പോഷണാത്, ജഗത്തിനെ പോഷിപ്പിക്കുന്നത് കൊണ്ടാണ് പൂഷൻ എന്ന് വിളിച്ചത്. ഇതെങ്ങനെ പോഷിപ്പിക്കുന്നത്? സൂര്യൻ 4ാം നമ്പർ ടിപ്പണി കാണും. ജഗതഃ, ജഗത്തിന്റെ പോഷണാത്, ജഗത്തിന്റെ പോഷകനായതിനാൽ പൂഷ എന്ന് വിളിക്കാം. അതെങ്ങനെ? ഇതിന് പ്രമാണമുണ്ടോ? പറയാണ്, അഗ്നോ പ്രസ്ഥാഹുതി സമ്യക് ആദിത്യമുപതിഷ്ഠതേ ആദിത്യ ജായതേ വൃഷ്ടിർ വൃഷ്ടേരന്നം തഥ പ്രജ ഇതി സ്മൃതേഹി. അഗ്നിപുരാണം 216/11. അഗ്നിയില് പ്രാസ്താ ആഹുതി, ആഹുതി കൊടുക്കുകയാണല്ലോ അഗ്നിയിലേക്ക്. ഈ അഗ്നിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ആഹുതികൾ സായം പ്രാതാഹുതികൾ, സായങ്കാലത്തും പ്രാതകാലത്തുമുള്ള ആഹുതികൾ. ആ സമ്യക് പ്രാസ്താഹുതി, അതായത് വിധിയാവണ്ണം ചെയ്യപ്പെട്ടിരിക്കുന്ന ആഹുതികൾ ആദിത്യം ഉപതിഷ്ഠതേ, ആദിത്യനിൽ എത്തിച്ചേരുന്നു. എന്നിട്ടെന്താവും? ആദിത്യ ജായതേ വൃഷ്ടി, ആദിത്യത്തിൽ നിന്ന് വൃഷ്ടിയായി മാറുന്നു പറഞ്ഞാല് ഇവിടെ ഇരിക്കുന്ന ജീവന്റെ കർമ്മമാണ് അവന് അടുത്ത ശരീരത്തിൽ ഇവിടെ സുഖദുഃഖാദി ഭോഗം കൊടുക്കേണ്ടത്. ആ ഭോഗത്തിന്റെ കാരണമായിട്ടിരിക്കുന്ന മൂല കാരണം ഏതാണ്? ജലമാണ്. അതുകൊണ്ട് അവന്റെ പ്രാരബ്ധം അപൂർവ രൂപം, അവന്റെ സഞ്ചിത പ്രാരബ്ധം എങ്ങനെ വേണം പറഞ്ഞു, കാരണം പല ജന്മങ്ങൾക്ക് കാരണമായി മാറുന്നുണ്ട്. ഇതെല്ലാ അപൂർവങ്ങളും പുണ്യപാപങ്ങള് എവിടെ എത്തിച്ചേരും? ആദിത്യത്തിൽ എത്തിച്ചേരും. അവിടെ നിന്ന് വൃഷ്ടി, മഴയുണ്ടായി. മഴയിൽ നിന്നോ വൃഷ്ടേരന്നം, മഴയിൽ നിന്നാണ് അന്നം ഉണ്ടാവുന്നത്. അപ്പോൾ കൂടുതൽ ജലം ഉണ്ടെങ്കിൽ കൂടുതൽ അന്നം ഉണ്ടാവുന്ന അർത്ഥം. അന്നത്തിൽ നിന്നോ തഥ പ്രജ, അന്നത്തിൽ നിന്ന് പ്രജ ഉണ്ടാവുന്നു. അതുകൊണ്ട് പ്രജാരൂപത്തിലും പ്രജയുടെ ഭോഗ ഉപകരണങ്ങളെല്ലാം തന്നെ എവിടെ നിന്നുണ്ടായതാ? സൂര്യനിൽ നിന്ന്. അതായത് വേറെ രീതിയിൽ നോക്കിക്കാണുകയാണെങ്കിൽ ഈശ്വരന് താഴെയുള്ള ഹിരണ്യഗർഭന്റെ ഉടമസ്ഥതയിലുള്ള എല്ലാ കാര്യങ്ങളുടെയും നിയാമകനാണ്. അപ്പോൾ ജഗത്തിന്റെ നിയാമകനായിട്ട് ഈശ്വരാഭിന്നമായിരിക്കുന്ന ഹിരണ്യഗർഭൻ നിൽക്കും. ഓക്കെ, ആ രീതിയിൽ ജഗത്തിനെ പോഷിപ്പിക്കേണ്ടതും ഹിരണ്യഗർഭൻ തന്നെ. ഇനി ഭാഷ്യം തന്നെ കണ്ടോ. ജഗത്തിന്റെ പോഷകനായതുകൊണ്ട് എന്ത് വിളിക്കാം? പൂഷ എന്ന് വിളിക്കാം. പോഷണാത് പൂഷ എന്നർത്ഥം. ആരെയാ പറയുന്നത്? രവിഹി, സൂര്യനാണ് ഈ പറയുന്നത്. തഥാ, അതേപോലെ തന്നെ ഏക ഏവ ഋഷതി ഗച്ഛതീതി ഏകർഷിഹി, ഏകനായിട്ട് ഋഗതോ ധാതു ആണ്. അതുകൊണ്ട് ഋഷതി എന്ന് പറയുന്ന അർത്ഥം കിട്ടും, ഗച്ഛതി എന്നർത്ഥം കിട്ടും. തനിച്ച് ഗമനം നടത്തുന്നതുകൊണ്ട് സൂര്യൻ എന്ത് വിളിക്കും? ഏകർഷി എന്ന് വിളിക്കും. അതിന്റെ സംബോധന പ്രതിമയില് ഏകർഷേ, ഹേ ഏകർഷേ. തഥാ, അപ്രകാരം തന്നെ സർവസ്യ സംയമനാത് യമഹ, സകലത്തിനെയും സംയമനം നടത്തുന്നുകൊണ്ട് യമൻ എന്ന് പറയും, യമൻ എന്ന് പറയപ്പെടും. ഇതിന്റെ ടിപ്പണി നോക്കാണ് 5. സർവസ്യ സംയമനാദിതി അഹോരാത്രാദി കാലവിഭാഗേന നീതസ്യ ലോകാനാം സർവവ്യവഹാരസ്യ സൂര്യ ഗത്യധീനത്വാദിതി ഭാവഃ. സൂര്യന്റെ ഗതിക്ക് അധീനമായിട്ടാണ് എല്ലാ വ്യവഹാരം നിലനിൽക്കുന്നത്. അഹോരാത്രാദി കാലവിഭാഗേന നീതസ്യ ലോകാനാം, ലോകം മൊത്തം വിഭാഗം ചെയ്യപ്പെട്ടിരിക്കുന്നത് അഹോരാത്രങ്ങളായിരിക്കുന്ന കാലത്തിലൂടെയാണ്. പകൽ അഹോരാത്രി എന്ന് പറഞ്ഞാൽ അഹസ് എന്ന് പറഞ്ഞാൽ പകൽ, രാത്രി രാത്രി തന്നെ. അഹോരാത്രാദി കാലവിഭാഗത്താൽ നീതമായിരിക്കുന്ന ലോകങ്ങളുടെ, ലോകം അഹോരാത്രി രൂപത്തിലാണ്. ഇങ്ങനെ ഇരിക്കുന്ന ലോകങ്ങളുടെ ഏത് ലോകം എടുത്താലും ഭൂരാദി 14 ലോകങ്ങളുടെയും സർവവ്യവഹാരസ്യ
സൂര്യാധീനത്വാത്, ഈ ലോകങ്ങളിൽ എല്ലാ വ്യവഹാരവും സൂര്യൻ അധീനമായതിനാൽ നമ്മൾ എന്ത് വിളിച്ചു? സൂര്യനെ യമൻ എന്ന് വിളിച്ചു. ഏതർത്ഥത്തിലാ? സംയമനാദി യമഹാന. യമൻ എന്ന് പറയുന്ന നിയന്ത്രണം. സൂര്യന്റെ അധീനത്തിലാണ് ഈ ജഗത്തിന്റെ നിയന്ത്രണം എന്നുള്ളത് കൊണ്ട് സൂര്യനെ നമ്മൾക്ക് യമൻ എന്ന് വിളിക്കാം. അതിന്റെ സംബോധന പ്രതിമയില് ഹേ യമ. തഥാ അപ്രകാരം തന്നെ രശ്മീനാം പ്രാണാനാം രസാനാഞ്ച സ്വീകരണാത് സൂര്യ. അപ്പൊ സൂര്യശബ്ദത്തിന്റെ വിത്പത്തി സ്വീകരണാത് സൂര്യ എന്നേ ഉള്ളൂ. സ്വീകരണം എന്ന് പറഞ്ഞാല് സംബന്ധിക്കുന്നതിന് കുറച്ച് ചിലയിടത്ത് അർത്ഥം കിട്ടത്തുള്ളൂ. ശരിയാണ്. ഈ ജലത്തിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ രശ്മികൾ വഴി സൂര്യൻ ഈ ജലത്തെ ആഗിരണം ചെയ്യുന്നുണ്ട്. അത് ബാഷ്പമായി മാറുന്നു. പക്ഷേ രസങ്ങള്, പ്രാണങ്ങള്, ഇവിടെയൊക്കെ എങ്ങനെയാണ് സ്വീകരണം എന്ന് പറയുക? അതുകൊണ്ട് ഇതിന്റെ ടിപ്പണി 6 കാണും. സ്വീകരോതീതി സൂര്യ ഇതി വ്യുത്പത്തി ആശ്രിത്യ. സൂര്യശബ്ദത്തിന്റെ വ്യുത്പത്തി എങ്ങനെയാ? സ്വീകരണാത് സൂര്യ. ആരാണോ സകലത്തിനെ സ്വീകരിക്കുന്നത്, സംബന്ധിക്കുന്നത്, അവനെ നമ്മൾക്ക് സൂര്യൻ എന്ന് പറയാം. അതെങ്ങനെ നോക്കിക്കോ. തഥാ രശ്മീനാം ഇത്യാദി അല്ലേ. രശ്മയോ മരീചയ. രശ്മികൾ എന്ന് ഉദ്ദേശിച്ചത് സൂര്യന്റെ കിരണങ്ങളാണ്. പിന്നെന്താണ് ഭാഷ്യത്തിൽ കാണുന്നത്? പ്രാണാനാം. അപ്പൊ പ്രാണശബ്ദത്തിന് എന്താ അർത്ഥം? ചക്ഷുരാദീൻ ഇന്ദ്രിയാണി. ചക്ഷുരാദി ഇന്ദ്രിയങ്ങളാണ് പ്രാണന്മാർ. രസാശ്ച ജലപ്രമുഖാനി ദ്രവദ്രവ്യാണി. രസങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് ജലാദികളായിരിക്കുന്ന ദ്രവദ്രവ്യങ്ങളെയാണ് രസങ്ങൾ എന്ന് പറഞ്ഞത്. തത്ര രശ്മി രസസ്വീകരണം വ്യക്തമേവ. അതായത് രസങ്ങളുടെ അർത്ഥം എന്താണ്? ജലാദികളാണ്. അപ്പം രശ്മികൾ വഴിയുള്ള ജലത്തിന്റെ സ്വീകരണം വ്യക്തമല്ലേ? ജല ബാഷ്പമായി പോകുന്നത്. അപ്പോൾ ചിലയിടത്ത് മഴ കൂടാനുള്ള കാരണം എന്തായിരിക്കും? അവിടുത്തെ കടലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗത്ത് ചൂട് കൂടുതലായതുകൊണ്ട് കടൽ ജലം പെട്ടെന്ന് തന്നെ ബാഷ്പമായിട്ട് പൊക്കത്തേക്ക് പോവുകയും, നിങ്ങളുടെ ബംഗാൾ കടലിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടാൻ കാരണം അവിടുത്തെ കടലിന് 27 ഡിഗ്രി വരെ ആയിരിക്കും ചൂടുണ്ടാവുക. അതുകൊണ്ട് കൂടുതൽ ബാഷ്പം പൊക്കത്തേക്ക് പോവുകയും അത് അവിടെയുള്ള കാറ്റുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് നല്ല വൃഷ്ടിക്ക് കാരണമാകും. അതുകൊണ്ട് പലപ്പോഴും അവിടെ കൊടുങ്കാറ്റ് കിട്ടും. ഇത് എല്ലാവർക്കും അറിവുള്ള കാര്യം തന്നെയാണ്. എങ്ങനെ രശ്മികൾ വഴി ജലാദികളായിരിക്കുന്ന രസങ്ങളെ സ്വീകരിക്കുന്നു എന്നുള്ളത്. പ്രാണാനാം സ്വീകരണം. പ്രാണന്മാരുടെ സ്വീകരണം എങ്ങനെയാണ് പറയാണ്? പ്രശ്നോപനിഷതി ഭക്ഷ്യത. പ്രശ്നോപനിഷത്തിൽ പ്രാണന്മാരുടെ സ്വീകരണത്തെ കുറിച്ച് പറയും. പ്രാണാശ്ചക്ഷുരാദി ഇന്ദ്രിയാനി അല്ലേ. ഇവിടെ നല്ല മുന്നോട്ട് പോകേണ്ടത്. രസാശ്ച ഇത് കഴിഞ്ഞു. പ്രാണാനാം സ്വീകരണം. പ്രാണാനാം സ്വീകരണം തു പ്രശ്നോപനിഷത്തി ഭക്ഷ്യതേ. പ്രശ്നോപനിഷത്തിൽ പറയും നമ്മൾ. തഥാച ശ്രുതി. ഈ പ്രശ്നോപനിഷത്തിന്റെ ശ്രുതിഭാഗം എടുത്ത് കാണിക്കുകയാണ്. അഥ ആദിത്യ ഉദയൻ യത് പ്രാചീൻ ദിശം പ്രവിശതി തേന പ്രാച്യാൻ പ്രാണാൻ രശ്മിഷു സന്നിധത്തെ. ആദിത്യനെ ഉദിച്ചിട്ടേ എങ്ങോട്ട് പോവാണ്? പൂർവ്വ ദിക്കിലേക്ക് പോകുമ്പോൾ പൂർവ്വ ദിക്കിലുള്ള ജീവന്മാരുമായിട്ട് സംബന്ധിക്കുന്നത് കൊണ്ടാണ് താദൃശ പ്രാണന്മാരുമായിട്ട് രശ്മികൾക്ക് സംബന്ധം ഉണ്ട് എന്ന് പറഞ്ഞത്. ഓക്കെ. യത് ദക്ഷിണം യത് പ്രതീജിയും യത് ഉദീജിയും. അതായത് ഒരു മേരുപൃഷ്ഠത്തിന്റെ 4 പാടും സൂര്യൻ കറങ്ങുന്നു എന്നൊക്കെയാണ് സങ്കല്പം. അപ്പോൾ ഏതേത് ദിക്കിലേക്ക് പോകുന്നുവോ ആ ദിക്കിലുള്ള ജീവന്മാരായിട്ട് ബന്ധപ്പെടും. ചാന്തോക്യോപനിഷത്തിലും ഇങ്ങനത്തെ ഒരു മേരുപൃഷ്ഠത്തിന് ചുറ്റുള്ള സൂര്യന്റെ ഗമനം പറയും. ഏത് അന്തരാദിശോ സർവം പ്രകാശിതി തേന സർവാൻ പ്രാണാൻ രശ്മിഷു സന്നിധത്തെ. ഇപ്രകാരം സകല പ്രാണന്മാരെയും രശ്മിയായിട്ട് ബന്ധപ്പെടുത്തും. സന്നിധത്തേക്ക് അർത്ഥം പറയാണ് സന്നിവേശയിതി, ബന്ധിപ്പിക്കുന്നു എന്ന അർത്ഥമുള്ളൂ. കിരണൈർ വ്യാപ്നോതിഥിയാവത്. സ്വന്തം കിരണത്താൽ ആ പ്രാണന്മാരുമായിട്ട് ബന്ധപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് സൂര്യൻ പ്രാണന്മാരെ സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. തദേവ തേഷാം സ്വീകരണമിതി ധ്യേയം. അത് മാത്രമാണ് അവരുടെ സ്വീകരണം എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇനി ഭാഷ്യം കണ്ടോ. ഇവിടെ ശരിക്ക് രശ്മീനാം എന്നായിരുന്നുവോ രശ്മിഭിഹി പ്രാണാനാം രസാനാം സ്വീകരണാത് എന്നായിരുന്നുവോ എന്നുള്ളത് ചിന്ത്യമാണത്. രശ്മികളാൽ പ്രാണന്മാരുടെയും രസന്മാരുടെയും സ്വീകരണത്താൽ. കാരണം രശ്മികൾ വഴിയാണ് പ്രാണനായിട്ട് ബന്ധപ്പെടുന്നതും രസങ്ങളായിട്ട് ബന്ധപ്പെടുന്നതും. ठीक അങ്ങനെയായിരുന്നെങ്കിൽ രശ്മി ബിഹി എന്നാണ് വേണ്ടത്. അല്ലെങ്കിൽ രശ്മീനാം പ്രാണാനാം രസാനാം സ്വീകരണാത് അവ രശ്മികളുടെയും പ്രാണന്മാരുടെയും രസങ്ങളുടെയും സ്വീകരണത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഇപ്പൊ ടിപ്പണിൽ എന്താ പറഞ്ഞത്? രശ്മി രസസ്വീകരണം വ്യക്തമേവ എന്ന് പറഞ്ഞിട്ടുണ്ട്. താഴെ 4ാമത്തെ ടിപ്പണി ലൈൻ കണ്ടാൽ മതി. രശ്മി രസസ്വീകരണം എന്നുള്ളത് രശ്മിയുടെയും രസത്തിന്റെ സ്വീകരണം എന്നാണോ രശ്മികളാൽ രസത്തിന്റെ സ്വീകരണം എന്നാണോ? മനസ്സിലായോ? കാരണം രസങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ജലദ്രവ്യാണി എന്നാ പറഞ്ഞത്. ഇനി രശ്മികളായിട്ട് എടുത്താൽ കുഴപ്പമൊന്നുമില്ല. സൂര്യന്റെ രശ്മികൾ സൂര്യനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയല്ലേ, ആ രീതിയിൽ
രശ്മികളുടെ സ്വീകരണം സൂര്യൻ നടത്തുന്നുണ്ട് എന്നർത്ഥം. കാരണം ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ഒരു അന്വയം പോകുന്ന സമയത്ത് കാലം കൊണ്ട് ചില പദങ്ങൾ മാറി മറിഞ്ഞൊക്കെ പോകാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ പണ്ട് കാലത്ത് ഇങ്ങനത്തെ ബുക്കിലൊന്നും അല്ലല്ലോ, പ്രിന്റ് ആയിട്ട് വരികയല്ലല്ലോ, പ്രിന്റിങ്ങിൽ പോലും മിസ്റ്റേക്ക് വരാറില്ലേ, എഴുതുന്നതാണത്. എഴുതി തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവിടെയും അവര് മഷി വെച്ചേക്കും. അപ്പൊ മഷി കട്ടിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു കാലത്ത് ആ പൊക്കത്ത് വെച്ച മഷി മാറിപ്പോയാൽ പഴയ എഴുത്ത് കാണും. അന്നപ്പോൾ ആ തെറ്റിപ്പോയ ഭാഗം ചിലപ്പോൾ ശരിയാണെന്ന് കരുതാം. അർത്ഥം അന്വയിക്കുന്ന സമയത്ത് രശ്മിഭി പ്രാണാനാം രസാനാം സ്വീകരണ എന്നുള്ളത് കൂടുതൽ അനുയോജ്യമായിട്ട് തോന്നുന്നു. ഇത് എന്റെ ഒരു അഭിപ്രായം പറയുന്നുള്ളൂ, പങ്ക്തിയില്ലാത്തതുകൊണ്ട് അന്വയിക്കേണ്ട. ഇനിയിപ്പോൾ രശ്മീനാം സ്വീകരണാത്, പ്രാണാനാം സ്വീകരണാത്, രസാനാം സ്വീകരണാത് എന്ന് ഓരോന്നായിട്ട് അന്വയിച്ചു കഴിഞ്ഞാൽ രശ്മികൾക്ക് സൂര്യസംബന്ധം ഉള്ളത് കൊണ്ട് സൂര്യൻ രശ്മികളെ സ്വീകരിക്കുന്നു എന്ന് ഇതിനർത്ഥമുള്ളൂ. അതിനാൽ എന്ത് പറയാം? സ്വീകരണാത് സൂര്യ. അതിന്റെ സംബോധന പ്രഥമയില് സൂര്യ, വിസർഗം ഉണ്ടാവത്തില്ല. പിന്നെ എന്താണത്? പ്രാജാപത്യ അല്ലേ? പ്രജാപതിരപത്യം പ്രാജാപത്യ. പ്രജാപതിയുടെ മക്കളെയാണ് നമ്മൾ പ്രാജാപത്യന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹിരണ്യഗർഭൻ പ്രജാപതിയുടെ അപത്യമാണോ? ഹിരണ്യഗർഭൻ തന്നെ പ്രജാപതി ഇല്ലേ, പിന്നെ എങ്ങനെയാണ് പ്രജാപതിയുടെ ഹിരണ്യഗർഭന്റെ അപത്യമാണ് പ്രജാപതി എന്ന് പറയാം? ഇതിൽ വേറെയും കുറെ പ്രശ്നമുണ്ട്. അതായത് നമ്മൾ 14 ലോകം പറഞ്ഞപ്പോൾ 13ാമത്തെ ലോകം ഏതായിരുന്നു? പ്രജാപതി. അതിന്റെ പൊക്കത്ത് ഹിരണ്യഗർഭൻ വരുന്നത്. ഹിരണ്യഗർഭന് താഴെയായിട്ട് പ്രജാപതി ലോകം വരുന്നത്. ചിലപ്പോൾ പ്രജാപതി ശബ്ദം കൊണ്ട് ഹിരണ്യഗർഭനെയും പറയാറുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രജാപതി ശബ്ദം കൊണ്ട് ഹിരണ്യഗർഭനാണ് പറയപ്പെട്ടത്. പിന്നെ ഇപ്പോൾ പ്രാജാപത്യ എന്ന് ആരെയാണ് ഗണിക്കാൻ പോകുന്നത്? ഈ സൂര്യമണ്ഡല അഭിമാനിയെ കണ്ടോളുക. കാരണം സൂര്യമണ്ഡലത്തിൽ അഭിമാനിക്കുന്ന ഒരുത്തൻ വേറെയുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന കണ്ണിൽ ആരുണ്ട്? ഉപാസ ദേവതയായിരിക്കുന്ന ഹിരണ്യഗർഭനുണ്ട്. ആ ഹിരണ്യഗർഭനായിരിക്കുന്ന ഉപാസ ദേവതയാണോ ഈ ശരീരാഭിമാനിയായിരിക്കുന്ന ജീവൻ? അല്ലല്ലോ. ഇതേപോലെ ആദിത്യ മണ്ഡലാന്തർ അഭിമാനിക്കുന്ന ഒരു ദേവത വേറെയുണ്ട്. അതിലൂടെ അനുസൃതമായിട്ടിരിക്കുന്ന ഹിരണ്യഗർഭനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഉപാസിക്കാൻ വേണ്ടിയിട്ട് ഉപാസന ചെയ്തത്. പക്ഷെ നടത്തിയത് ആദിത്യനിലൂടെ ആയിരുന്നു. അതുകൊണ്ട് ഈ ആദിത്യൻ പ്രജാപതിയുടെ അപത്യമായിട്ട് വരുന്നുണ്ട്. സ്ഥൂലമാണിത്. സ്ഥൂലമണ്ഡലാഭിമാനിയായിട്ട്. ഹിരണ്യഗർഭൻ സൂക്ഷ്മ അഭിമാനിയാണ്, സ്ഥൂലാഭിമാനി അല്ല. അപ്പൊ സ്ഥൂലാഭിമാനി ആവുമ്പോൾ പ്രജാപതിയുടെ അപത്യമായിട്ട് കണക്കാക്കാം. അതിന്റെ സംബോധനയില് ഹേ പ്രാജാപത്യ. ഇനി എന്ത് ചെയ്യാ? സംബോധന കഴിഞ്ഞു, കുറെ ആയാലേ. വ്യൂഹ അർത്ഥം പറയണ ഭീകമയ, മാറ്റൂ. ആരെ? രശ്മീൻ. ആരുടെ രശ്മികളെ? സ്വാൻ, സ്വന്തം രശ്മികളെ മാറ്റൂ. ഇനി എന്താ വേണ്ടത്? സമൂഹ. ഇതിനെന്താ അർത്ഥം? ഏകീ ഗുരു, ഒന്നിപ്പിക്കൂ. ശരിക്ക് ഇതാദ്യം പറയാ. ഏകീ ഗുരു, ഒന്നിപ്പിച്ച ശേഷം വിഗമയ, മാറ്റിത്തരൂ. ഉപസംഹര തേ തേജസ്ഥാപകം ജ്യോതി. നീ നിന്റെ ഈ തപിപ്പിക്കുന്ന ജ്യോതി ഉണ്ടല്ലോ, ഇതിനെ ഒന്ന് അവസാനിപ്പിക്കൂ, ഉപസംഹരിക്കൂ എന്നാ പറയുന്നത്. ഇതെന്തിനാ? അതൊക്കെ പറയാം. ഏത് തേക്ക് എന്താ അർത്ഥം? തവ, നിന്നുടെ രൂപം. നിന്നുടെ രൂപം എങ്ങനെയാണ് ശരിക്ക്? കല്യാണതമം എന്ന് പറഞ്ഞാല് അത്യന്ത ശോഭനം. ഈ അത്യന്ത ശോഭനമായിരിക്കുന്ന രൂപം എങ്ങനെ ഉണ്ടാവും? മൊത്തം സുവർണവുമാണ്. ടീക്കേ, എന്താണ് മീശ പോലും സുവർണ ശ്മശ്രു പോലും, മീശ പോലും സുവർണ നിറത്തിലാണ്. കണ്ണ് ചെന്താമര പോലെയും. ഇവിടെ എങ്ങനെയാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിനെല്ലാം പിടിച്ചിട്ട് ബ്രഹ്മസൂത്രത്തിൽ സോപാധിക ഈശ്വരോപാസനയ്ക്കായിട്ട് മാറ്റിക്കളയും. കാരണം ഈശ്വരനിൽ നിന്ന് അഭിന്നമായിട്ടിരിക്കത്തില്ല ഹിരണ്യഗർഭൻ എന്നുള്ളത് കൊണ്ട് യുക്തിസഹമാണ് അതൊക്കെ. പല രീതിയിൽ കാര്യങ്ങൾ പോകും. അതുകൊണ്ട് ഉപാസന നിശ്ചയം നടത്താൻ വെറും ഉപനിഷത്തിലൂടെ നടക്കൂലാന്ന്. കല്യാണതമം, ശോഭനം. തത്തിന് എങ്ങനെ ഉന്നയിക്കും? തത് രൂപം തന്നെ. ആ രൂപത്തെ, ആരുടെ രൂപം? തേ രൂപം. തേക്ക് അർത്ഥമാണ് തവ. തവ രൂപം, ഭവതഃ രൂപം. ആത്മപ്രസാദാത് പശ്യാമി. ആത്മനഹ എന്നുള്ളത് തന്റെ എന്നുള്ള അർത്ഥത്തിലാണ്. സോ എന്ന് ഉദ്ദേശിച്ചാര? ഹിരണ്യഗർഭനാണ് അവിടെ. ദേവതയുടെ പ്രസാദത്താൽ പശ്യാമി. പശ്യാമിക്ക് എന്താ ടിപ്പണി നോക്കിയ 5 ചെയ്തത്? പശ്യാനി ഇത്യർത്ഥ. മനസ്സിലായോ? ലെട്ടർത്ഥത്തെ ലോട്ടാർത്ഥമായി കളഞ്ഞു. ഞാൻ കണ്ടോട്ടെ എന്നാ. ഗച്ഛാമി, ഞാൻ പോട്ടെ. ഗച്ഛാനി, ഞാൻ പോയിക്കോട്ടെ എന്ന് പെർമിഷൻ വാങ്ങിക്കാൻ വേണ്ടി ആയി മാറും. ഞാൻ വന്നോട്ടെ എന്ന് എങ്ങനെ പറയാ? ഞാൻ പോയിക്കോട്ടെ എന്നുള്ളത് അഹം ഗച്ഛാനി എന്ന് പറയാ. ഞാൻ വന്നോട്ടെ എന്നുള്ളത് എങ്ങനെ പറയും? ആഗച്ഛാനി. പണി കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. കിഞ്ച വേറെ കാര്യത്തിന്റെ ഇടയിലെടുത്ത് പറയാണ് ഭാഷ്യകാരൻ. മാത്രമല്ല
ടിപ്പണി 6 കാണും ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട്. അഹങ്കര ഉപാസകേന അന്ധകാലേപി തഥൈവ മാങ് മനസ്സേ വ്യാപാര വിഷയ ഇതി സൂചയന്നാഹ. അഹങ്കര ഉപാസകേന. അപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ, ഇവിടെ അഹങ്കര ഉപാസനയാവുന്നുള്ളത്? അതതിന്റെ ടെക്നിക്കൽ സൈഡ് കണ്ടാൽ മനസ്സിലാവും ഇതെങ്ങനെ അന്വയിക്കണം എന്നുള്ളത്. ശീലമായി മാറും. അന്ധകാലേ, ഏതിന്റെ അന്ധകാലത്ത്? ഉപാസകന്റെ അവസാന കാലത്ത്. തഥൈവ വാങ് മനസ്സെ വ്യാപാരിതവ്യേ, അതേപോലെ തന്നെ വ്യാപാരം ചെയ്യണം. ഇതി സൂചയന്നാഹ. തഥൈവ വാങ് മനസ്സെ വ്യാപാരിതവ്യേ ഇതി സൂചയന്നാഹ. അതായത് ഇവിടെ പറയുന്നുണ്ടല്ലോ യാചന, ഇനി ഉപാസന ചെയ്യാൻ പറ്റത്തില്ല, അവസാന കാലമായി, അതുകൊണ്ടാണ് ഈ യാചന ചെയ്യുന്നത്. മാത്രല്ല ഈ ഉപാസകൻ അന്ധകാലത്ത് ഈ യാചന ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് വാങ്മനസേ വ്യാപാരീതവ്യ എന്ന് പറഞ്ഞ്. എന്ത്? കിഞ്ചാഹം അനേനച്ച ഭേദോപാസനം വൃത്യവത് യാചനം ച ന ദേവതാ പ്രസാദകരം. പങ്ക്തി അങ്ങോട്ട് റെഡ് ലൈൻ കൊണ്ട് വരച്ചിട്ടോ. ഇതുകൊണ്ടൊരു കാര്യം പറഞ്ഞു. അനേനച്ച ഭേദോപാസനം, നിങ്ങൾ അഹങ്കര ഉപാസനയാണോ ചെയ്യുന്നത് അല്ല ഭേദോപാസനയാണോ ചെയ്യുന്നത്? അവർക്ക് വേണ്ടി നിങ്ങൾക്ക് അറിയാലോ എന്താ ഉപാസന എന്നുള്ളത്, അവർ മനസ്സിലാക്കിയാൽ മതി. ഭൃത്യവത് യാചനം ച, ഭേദ ഉപാസനവും ഭൃത്യനെ പോലെ യാചിക്കുകയും ചെയ്യുക എന്നുള്ളത് ന ദേവതാ പ്രസാദകരം, ദേവതയുടെ പ്രസാദത്തിന് കാരണമാവത്തില്ല. എന്തുകൊണ്ടാ? വേദ അഭിപ്രേതമിതി ധ്വന്യതേ, ഇത് വേദത്തിന്റെ അഭിപ്രായമാണെന്നുള്ളൊരു ധ്വനിയുണ്ട്. എന്ത്? യാചകനെ പോലെ ഭഗവാന് കൃപ ചൊരിയേണമേ, നീ കൃപ കടലല്ലേ. ഇതൊന്നും മെനയുള്ളവന് പറഞ്ഞ് പരിപാടിയല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് കൃഷ്ണകൃപാസാഗരം ഇവിടെ നടക്കൂല. ഇങ്ങനെ പറഞ്ഞ് കുഴി തള്ളിടാൻ നോക്കണ്ട എന്നർത്ഥം. ഞാനല്ലേ ഇതൊക്കെ ടിപ്പണിക്കാരൻ എഴുതി വെച്ച, നിങ്ങൾക്ക് അധികം കലിപ്പുണ്ടെങ്കിൽ ആ ഭാഗം വെട്ടി ഒഴിവാക്കിയിരിക്കുക, ബാക്കി മതി. ടിപ്പണി ഇല്ലാത്ത ബുക്ക് തെരഞ്ഞു പോകണം. പണ്ട് അവൻ ഒരാളെ പറ്റി പറഞ്ഞിരുന്നു, അങ്ങേര് സിം കാർഡ് തരാൻ പോയി. എന്നിട്ട് കടക്കാരോട് ചോദിച്ച പോലെ, ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ കോള് പോകണം, ഇങ്ങോട്ട് ആരും കോള് വരാൻ പാടില്ല, അങ്ങനത്തെ ഒരു സിം തരുമോ? ആശ്രമത്തിൽ അങ്ങനെ എന്തൊക്കെ ടീം ഉണ്ടാവും വിചാരിച്ചു. വേറൊരു പണിയില്ലല്ലോ. കുരുട്ട് ചിന്തിക്കാന്ന് പറഞ്ഞാല് നിസ്സീമമായിരിക്കുന്ന കുരുട്ട് ചിന്തിക്കാൻ പറ്റുന്നുള്ളതാണ്, വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട്. വെറുതെ കിട്ടുന്ന ഫുഡല്ലേ. അത് മാത്രല്ല, ഫുഡ് പലപ്പോഴും എന്തായിരിക്കും? ഒന്നുകില് മരണം സംഭവിച്ചതിന്റെ പേരില് ശ്രാദ്ധം, അല്ലെങ്കിൽ അബോർഷൻ കേസ്. അതായത് സന്യാസിക്ക് ശ്രാദ്ധ ഭോജനം കഴിക്കാൻ പാടില്ല എന്നാ. പക്ഷെ ആശ്രമങ്ങളിൽ കിട്ടുന്നത് ശ്രാദ്ധമല്ലാത്ത ഭോജനം കിട്ടണമെങ്കിൽ കുറച്ച് പുളിക്കും. ഏത് അന്നദാന സ്ഥലം നോക്കിയോ, ശ്രാദ്ധ ഭോജനം. ഒരു ദിവസം ഒരു അന്നദാനം അല്ല കൊടുക്കുന്നത്, പലരുടെയും അന്നദാനം ഒറ്റയടിക്കായിരിക്കും. 6 പൈസ എന്നാലും ഞങ്ങൾ വാങ്ങിക്കും. കൊടുക്കേണ്ടത് ഒരൊറ്റ സംഭവം, അവിടെ ആർക്കും പങ്കെടുക്കാം. അങ്ങനെ കുറെ പ്രാരബ്ധം ഒന്നിച്ച് തിന്ന് കയറ്റുന്നതാണ് സന്യാസിയുടെ ആശ്രമ ജീവിതം എന്നുള്ള സാധനം. അത് സന്യാസി ആയാലും വേണ്ടില്ല, ബ്രഹ്മചാരി ആയാലും വേണ്ടില്ല. അതിൻ്റെ ഇടയിൽ ഈ തിന്നു കയറ്റുന്നവൻ പഠനപാഠനവും ജപാദികൾ ഇല്ല എങ്കിൽ നല്ല കിൻഡൽ കണക്കിന് പ്രാരബ്ധം തലകേറ്റി വെക്കും. കാരണം കൊടുക്കുന്നവനെ അന്നദാനം മഹാദാനം എന്ന് പറഞ്ഞപ്പോഴേ യോ യസ്യ അന്നമസ്നാദി സ അസ്നാദി തശ കിൽബിഷെന്ന, ആരാണോ അന്നദാനം കൊടുക്കുമ്പോഴോ അന്നം എടുത്ത് കഴിച്ചത് അവൻ അന്നദാതാവിന്റെ പാപത്തെയും കൂടെ കഴിച്ചിട്ടുണ്ട് എന്നാ. അന്നം കൊടുക്കുന്ന വെറുതെ ഒന്നല്ല. മലയാളി 2 രൂപ ഭണ്ഡാരത്തിലിടും പോലും തലയിൽ 6 വട്ടം ഒഴിയുന്നവനാണ്. ശീലമുള്ളത് അതാണ്. തലയ്ക്ക് ഒഴിഞ്ഞിട്ട് 1 രൂപ പോലും ഇടത്തുള്ളൂ. പിന്നെയാണോ അന്നം കൊടുക്കുന്ന നേരം പല ആഗ്രഹിക്കാത്ത? പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇതൊരു മന്ത്രത്തിന്റെ ഭാഗമാണ്. യോ എസ് അന്നമസ്നാദി, ആരാണോ ആരുടെ അന്നം കഴിക്കുന്നത് സഹ അസ്നാദി, അവൻ അന്നത്തോടു കൂടി എന്ത് കഴിക്കുന്നു? കിൽബിഷം, പാപത്തെയും കഴിക്കുന്നുണ്ട്. ഈ പാപങ്ങളെല്ലാം അന്യന്റെ പാപം അടിച്ചു കയറ്റിയിട്ടാണ് എല്ലാം കൂടിയും തല തിരിഞ്ഞു നിൽക്കുന്നത്. പിന്നെ അവന് കുരുട്ടല്ലാതെ നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ? ഇത് മന്ത്രമുണ്ടെന്ന് ഇതിന്, ഇങ്ങനത്തെ സംഭവം ഉണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് അന്നദാനം നടത്തുന്ന സ്ഥലം നിന്നു പോകാതിരിക്കാൻ കാരണം. അന്നദാനം കൊടുക്കുന്നവന് ഫലമുണ്ട്, മനസ്സിലായോ? കാരണം ഈ അന്നം സ്വീകരിക്കുന്ന സന്യാസി ബ്രഹ്മചാരിമാര് ഇവർ ചെയ്യുന്ന ജപമായാണെങ്കിലും ശ്രവണമാണെങ്കിലും ഇതിന്റെയൊക്കെ ഒരു ഷെയർ അങ്ങോട്ട് പോകുന്നുണ്ട്, അന്നം കൊടുത്തവന് പോകുന്നുണ്ട്. മനസ്സിലായോ? അതവന് ഫലമായിട്ട് കിട്ടുന്നത് കൊണ്ട് ഇതിപ്പോൾ പരമാത്മാവിന് ഇത് കൊടുക്കാൻ ഈ ജപിക്കാത്തവന്റെ അടുത്തൊന്നും കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിലും ചെയ്ത കർമ്മത്തിന്റെ പുണ്യം കർത്താവിന് കിട്ടും. പക്ഷേ
ഭോഗം നടത്തിയവനൊരു കാര്യം മനസ്സിലാക്കണം. തങ്ങൾ അവിടുന്ന് കുറച്ച് വാങ്ങിച്ചപ്പോൾ അതിന്റെ കൂടെ പാപവും വന്നിരുന്നു. ആ പാപശമനത്തിനായിട്ട് കർമ്മം ഇവിടെ ഇല്ല എങ്കിൽ ഇപ്പോഴും ഇത്ര പ്രശ്നമുണ്ട്. അതുകൊണ്ട് ജീവിക്കുമ്പോൾ ഈ ഭാഗമെല്ലാം വളരെ ആലോചിച്ചിട്ട് ആശ്രമത്തിൽ പടിവെക്കാൻ പാടുള്ളൂ. അങ്ങനെ നമ്മൾ അതൊന്നും കേൾക്കാതെ ജപമില്ല, ശ്രവണമില്ല, ശ്രാവണമില്ല, ഒന്നുമില്ല, ഇങ്ങനെ ജീവിക്കുമ്പോൾ ആ ജന്മത്തിലെ നമ്മളുടെ പുണ്യം കൊണ്ട് ഈ പാപം ആ ജന്മത്തിൽ ഫലം തരൂല. ചിലത് സദ്യോ ഫലം കൊടുക്കലായിരിക്കും, ചിലത് അടുത്ത ജന്മത്തിലായിരിക്കും. അങ്ങനെ നമ്മൾ അടുത്ത ജന്മം വരുന്നേരം അതാ കാണുന്നു ഒരു ഗുരു. അങ്ങനെ ഗുരുവാശ്രമത്തിലേക്ക് ഗമിച്ചു. അവിടെ പട്ടിസേവയായിട്ട് ജീവിച്ചു തീർക്കാമെന്ന് മാത്രം. അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ചാൽ കഴിഞ്ഞ ജന്മത്തിൽ താങ്കൾ ചെയ്തു വെച്ചത് ഈ ജന്മത്തിൽ തീർക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് ആശ്രമത്തിൽ. അവിടെ നമ്മൾ വേല ചെയ്ത് ചിലപ്പോൾ അധികം കൂടിപ്പോയി കഴിഞ്ഞാൽ ആ കൊടുത്തവന്റെ അടുത്ത ജന്മത്തിൽ കൊടുത്തവന്റെ വീട്ടിൽ ഈ വാങ്ങിച്ചവൻ പട്ടിയായിട്ടൊക്കെ ജനിച്ചിട്ട് കടം വീട്ടാം. ഞാനായാലും നിങ്ങളായാലും എല്ലാവർക്കും ഇതേ ഉള്ള നിയമം. അല്ലാണ്ട് എനിക്ക് വേണ്ടി നിയമം മാറുമോ നിങ്ങൾക്ക് വേണ്ടി നിയമം മാറുമെന്നില്ല. എന്ത് ചെയ്യാനാ? അതുകൊണ്ട് ബി കെയർഫുൾ എന്നുള്ളതാണ്. അങ്ങനെ പൊട്ട ഗുരുവിന്റെ കീഴിൽ പട്ടിവേല ചെയ്ത് ജീവിക്കണ്ട എങ്കിൽ നമ്മൾ ഇവിടെ എന്താണ് പറഞ്ഞത്, അത് അതിനും അങ്ങനത്തെ ഒരു ബുദ്ധി തരാൻ വേണ്ടി തന്നെ പ്രാർത്ഥന വേണ്ടേ? ബുദ്ധി ഭ്രമിച്ചു പോകാൻ വലിയ സമയമൊന്നും വേണ്ട. നമ്മുടെ പഴയ പ്രാരംഭം ഒന്ന് ഇടത്തുനിന്ന് വലത്ത് മാറിയെന്നാൽ സംഭവം അവതാളത്തിലാവാനുള്ളതേ ഉള്ളൂ. ആർക്കും ആരുടെയും എന്താണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്നത് നിശ്ചയിക്കാൻ പറ്റുന്ന പ്രശ്നമേ ഇല്ല. ദക്ഷിണ കൊടുക്കുമ്പോ തന്നെ മമപാപം വ്യപോഹതു എന്ന് പറഞ്ഞല്ലേ കൊടുക്കുന്നത്? കേൾക്കുന്നില്ല? ദക്ഷിണ കൊടുക്കുമ്പോ തന്നെ മമപാപം വ്യപോഹതു എന്ന് പറഞ്ഞല്ലേ കൊടുക്കുന്നത്? മമപാപം വ്യപോഹതു കേട്ടില്ല. കേൾക്കുന്നില്ല. വ്യപോഹതു മമപാപം വ്യപോഹതു എന്ന് പറഞ്ഞിട്ടാ. വ്യപോഹതു എന്ന് പറഞ്ഞാൽ മാറ്റുമെന്നാണ്. ടീക്കേ? എന്റെ പാപത്തെ മാറ്റൂ എന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കുന്നവന്റെ അണ്ണാക്കിലേക്കാണത് വേറുന്നതെന്നുള്ളത് മനസ്സിലാക്കണേ. അപ്പൊ ദക്ഷിണ വാങ്ങരുതെന്നൊരു നിയമം ഉണ്ടല്ലോ. ദക്ഷിണ വാങ്ങരുതെന്ന് പറഞ്ഞാല് ദക്ഷിണ ജ്ഞാനസന്ദേശം മാത്രമേ ആകാവൂ ദക്ഷിണ. അല്ലാതെ ധനമായിട്ടോ മറ്റു വസ്തുക്കളായിട്ടോ ദക്ഷിണ വാങ്ങരുതെന്നൊരു നിയമം പറയുന്നു. അത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ ബൃഹദാരണ്യകത്തില് ഇങ്ങേര് പോയിട്ട് അത് നല്ല രസകരമായ കഥയാ. അപ്പോൾ യാജ്ഞവൽക്യൻ വന്ന് കയറുന്നേരം അങ്ങനെ പറയും, ഇവിടെ പിള്ളേരെ ഈ പശുവിനെ കൊണ്ടിട്ട് നമ്മളെ ആലേ കെട്ടാൻ അറിയും. അവ കണ്ടു നിൽക്കുന്നവന്മാര് ആഹാ നീയാള് കൊള്ളാലോ ചോദിക്കും, യാജ്ഞവൽക്യ ത്വം ബ്രഹ്മിഷ്ടോസി എന്ന് ചോദിക്കും, നീയാണ് ബ്രഹ്മജ്ഞാനി. അവൻ കക്ഷി തിരിച്ചു പറയും, എന്താണ്? ബ്രഹ്മിഷ്ടായ ഭയം നമ കുർമ ഓ കാമ ഏവ ഭയം സ്മാ എന്ന് പറയും. ബ്രഹ്മിഷ്ടന്മാർക്കായിട്ട് നമസ്കാരം ഉണ്ട് കേട്ടോ, ഞാനൊരു ഗോകാമനാണ് എന്ന് പറയും. അവിടത്തെ എന്നപ്പോൾ മനസ്സിലാക്കുക, അതായത് പരാശ്രിതമായിട്ടാണ് ജീവിതം പോകുന്നത്. അങ്ങനെ ഒരു സന്യാസമൊന്നുമല്ല, അല്ലെങ്കിൽ ഗൃഹസ്ഥനല്ലേ? ടീക്കേ അല്ലേ? ശരിക്കും ഗൃഹസ്ഥൻ അങ്ങോട്ട് കൊടുക്കേണ്ടവനല്ലായിരുന്നോ? അങ്ങനെ എന്തിനാ വാങ്ങിക്കാൻ പോയത്? അപ്പോൾ കൂടുതലുള്ള രാജാവിന്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അങ്ങേർക്ക് വാങ്ങിക്കാമായിരുന്നു എന്ന് അവിടെയും കാണാം. കാരണം ധനസമ്പാദനമാണല്ലോ. ഉപദേശത്തിലൂടെയും ഗൃഹസ്ഥന് ധനം സമ്പാദിക്കാം. അവിടെ സന്യാസിക്ക് ധനസമ്പാദനം പാടേ ഇല്ല. അതാണല്ലോ നിങ്ങളുടെ ഒന്നാമത്തെ മന്ത്രത്തിൽ വന്നത്. ടീക്കേ? പക്ഷെ ഇന്നത്തെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നം നോക്കണം. ഭിക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ ഭിക്ഷയുണ്ട്, കയറി കിടക്കാൻ സൗകര്യമുണ്ട്. ടീക്കേ? ഇന്ന് ബുക്ക് വെക്കാൻ പോലും സൗകര്യമില്ലാത്തവൻ എന്ത് ചെയ്യും? അപ്പൊ കാലികമായിരിക്കുന്ന ഒരു പ്രസക്ത ഇതിലാണ് നമ്മൾക്ക് എവിടെയെങ്കിലൊക്കെ കയറി കിടന്നേ പറ്റത്തുള്ളൂ. ഇനി ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. അതായത് പിഴിഞ്ഞെടുത്ത് വേദാന്തം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും അന്യ വസ്തുക്കളൊന്നും സ്വീകരിക്കാതെ കേവലം ബ്രഹ്മാകാര വൃത്തിയിലിരിക്കണം. ഏതുപോലെ ആ പ്രാണോപാസകൻ താൻ പ്രാണനാണെന്ന് അഭിമാനിച്ചിരുന്നത് പോലെ. എങ്കിൽ മാത്രമേ അപരോക്ഷതയിൽ എത്തത്തുള്ളൂ. അതുപോലെ ആരാണെങ്കിൽ ആ സ്ഥിതിക്ക് സന്യാസ മാർഗത്തിൽ ഒരിക്കലും അന്നം പോലും കൂട്ടിവെക്കാനായിട്ട് പോലും കൊണ്ടുവരാൻ പാടില്ല എന്നാ. ടീക്കേ? ഇതാണ് വിധി. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ അപരോക്ഷ ബ്രഹ്മാകാരത്തിൽ എത്തത്തുള്ളൂ. ബാക്കി നമ്മൾ അന്നം വെക്കുകയും അപ്പൊ നമ്മൾ തന്നെ പറയും നിങ്ങൾ തരാത്തോണ്ടല്ലേ, ഇതെല്ലാം നമ്മുടെ എക്സ്ക്യൂസ് ആണ്. കാരണം ശരിയാണ്, ഈ സമയത്ത് നമ്മൾ പഠിക്കാൻ നിൽക്കുന്നവരും പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. പക്ഷേ പഠിച്ച് തെളിഞ്ഞവന് അവനവന്റെ പ്രാരബ്ധാനുസാരം പോയി കൈനീട്ടി കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾക്ക് ക്ലാസ് നടക്കുകയാണ് 6:30 to 9:30 കഴിഞ്ഞു. ടീക്കേ? നിങ്ങൾക്ക് ഭിക്ഷയ്ക്ക് വേണ്ടി അങ്ങോട്ട് ഭിക്ഷ ഉള്ള സ്ഥലത്താണെങ്കിലും ഓക്കെ, ഇല്ലെങ്കിൽ അന്നം നിങ്ങൾ കൊണ്ടുവച്ചേ പറ്റത്തുള്ളൂ. നമ്മളുടെ അധ്യയന കാലത്ത് ഇതേ നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ സന്യാസം തന്നെ ശ്രവണാദികൾ നടക്കുന്ന കാലവും സന്യാസമുണ്ട്,
ശ്രവണാദികൾ കഴിഞ്ഞ കാലത്തും സന്യാസമുണ്ട്. അപ്പൊ സന്യാസി രണ്ട് ഘട്ടത്തിലും കാണാം. മുന്നോട്ട് പോയ സന്യാസി ഒരിക്കലും പിന്നെ പൂർവ്വത്തിലുണ്ടായിരുന്ന പോലെ സാധനങ്ങളൊന്നും സ്വരുക്കൂട്ടി വെക്കാൻ പാടില്ല. ഇപ്പോൾ ഉള്ള കണ്ടീഷനിൽ പറയാട്ടോ. ഇല്ലെങ്കിൽ അവന് അന്നം അന്നേ കിട്ടുമായിരുന്നെങ്കിൽ ഒരിക്കലും ശ്രവിക്കുന്ന കാലത്ത് പോലും കൂട്ടിയൊക്കെ ആവശ്യം വരുന്നില്ലായിരുന്നു. അല്ലാതെ പൊട്ടനായി ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനത്തെ ഒരു വിധി ഉണ്ടായിരുന്നു, പൂച്ചയെ മൂടിയതുപോലെ. അവിടെ വിധി കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നു പറയാൻ നടക്കൂല എന്നർത്ഥം. നമുക്ക് മുഖ്യം എന്താണ്? പഠിക്കുന്ന സമയത്ത് പഠനമാണ്. അതിനനുകൂലമായിട്ട് വേണ്ട കാര്യം ചെയ്യാന്നല്ലാതെ അവിടെ കടന്ന് പങ്ക്തി ഉണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫെയിൽ ആകത്തുള്ളൂ. മനസ്സിലായോ? ഇല്ല ഞാൻ ഭിക്ഷ എടുത്തേ ജീവിക്കത്തുള്ളൂ. മോനെ ഇവിടെ ഭിക്ഷ എടുത്തില്ല, നീ ഇത് കൊണ്ടച്ചോ എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടക്കൂല പറഞ്ഞാൽ നടക്കൂലല്ലോ. അതേപോലെ സാഹചര്യങ്ങളെ നോക്കിയിട്ട് ജീവിക്കുക, അല്ലാതെ ഈ പങ്ക്തി ഉണ്ടെന്ന് പറഞ്ഞ് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അധ്യയനം പോലും ഇല്ല. അപ്പൊ നോക്കിയോ, കിഞ്ചാഹം ന ത്വാം ഭൃത്യപതി യാചതേ, ഞാൻ നിന്നോട് ഭൃത്യനെ പോലെ യാചിക്കുകയല്ല. പിന്നെയോ യോ അസൗ ആദിത്യമണ്ഡലസ്ഥോ ആദിത്യമണ്ഡലേ തിഷ്ടതിഥി ആദിത്യമണ്ഡലസ്ഥ, ആരാണോ ഈ ആദിത്യമണ്ഡലിൽ ഇരിക്കുന്നത്, വ്യാഹൃത്യ അവയവ വ്യാഹൃതികൾ അവയവങ്ങളായിരിക്കുന്ന ആർക്കാണോ, ഭൂർഭുവ സ്വഹ എന്നുള്ള വ്യാഹൃതികൾ അവയവങ്ങളായിരിക്കുന്ന ആർക്കാണോ അവനാണ് വ്യാഹൃത്യ അവയവ എന്ന് പറഞ്ഞത്. ഇതിന്റെ ടീക്ക നോക്കിയേ. വ്യാഹൃത്യ അവയവ തസ്യ ഭൂരിതി ശിരഃ ഭുവ ഇതി ബാഹുഹു സുവരിതി പ്രതിഷ്ഠ പാദ വിത്യർത്ഥ. അതിന്റെ 8ാം നമ്പർ ടിപ്പണിയും കൂടി നോക്കിയോ. മണ്ഡല പുരുഷസ്യ വ്യാഹൃത്യ അവയവത്വം ശ്രുതി ചോദിതമേവ വിവക്ഷയൻ അപേക്ഷിതാന്യവ ശ്രുത്യക്ഷരാണി നിക്ഷിപതി തസ്യ ഇത്യാദിന. ഓക്കെ, മണ്ഡലസ്ഥനായിരിക്കുന്ന പുരുഷനുണ്ടല്ലോ, അവനാരാ? വ്യാഹൃതികൾ അവയവങ്ങളോട് കൂടിയവനാണ്. ഭൂർഭുവ, അതായത് മൊത്തം നോക്കിക്കഴിഞ്ഞാല് ലോകമാണ് അവന്റെ ശരീരം. ഓക്കെ, ഹിരണ്യഗർഭൻ ആണ് മൊത്തം ലോകമായിട്ടിരിക്കുന്നത്, അവനെയാണ് ഉപാസിക്കുന്നത്. അവന്റെ വിരാട് രൂപം നോക്കിക്കഴിഞ്ഞാൽ ശിരസും ഉടലും കാലും ഒക്കെ അതേപോലെ തന്നെ കാണാം. അതുകൊണ്ട് അവനെ നമുക്ക് പുരുഷൻ എന്ന് വിളിക്കാം. അതാണ് പറയുന്നത് മണ്ഡല പുരുഷസ്യ വ്യാഹൃത്യ അവയവാത്മകത്വം വ്യാഹൃത അവയവത്വം ശ്രുതി ചോദിതമേവ, ശ്രുതിയാൽ നിരൂപണം ചെയ്യുന്നുണ്ട്. അതിനെ തന്നെ വിവക്ഷ നടത്തിക്കൊണ്ട് അപേക്ഷിതാന്യവ ശ്രുത്യത്തരാണ് നിക്ഷിപതി, തത്സംബന്ധിയായിരിക്കുന്ന ശ്രുതി അക്ഷരങ്ങളെയാണ് ടീക്കാകാരം പറഞ്ഞത് തസ്യ ഭൂരിതി ശിരഃ എന്ന് പറഞ്ഞിട്ട്. എങ്ങനെ മനസ്സിലാക്കണം? തത്ര ഏവം സമഗ്ര ബൃഹദാരണ്യക ശ്രുതി തഥാഹി. ഈ കാര്യത്തില് സമഗ്രം കാണണമെങ്കിൽ ബൃഹദാരണ്യ ശ്രുതി നോക്കിക്കോ. അവിടെ എന്താ പറഞ്ഞത്? യേശ ഏതസ്മിൻ മണ്ഡലേ പുരുഷ, യാതൊരു ആദിത്യമണ്ഡലസ്ഥനായിരിക്കുന്ന പുരുഷനുണ്ടോ, തസ്യ ഭൂരിതി ശിരഃ. ഈ ഭാഗമാണ് നിങ്ങൾ ടീക്കയിൽ കാണുന്നത്. മനസ്സിലായോ? ആ ആദിത്യമണ്ഡല പുരുഷന്റെ ശിരസാണെന്ത്? ഭൂർലോകം. ठीक है, അതെന്തുകൊണ്ടാ? ഏകഃ ശിരഃ ഏകം ഏതദക്ഷരം. ഈ അക്ഷരം ഏകമാണ്, ശിരസു ഏകമാണ്. അതുകൊണ്ട് സമാനതയുള്ളത് കൊണ്ട് ശിരോദൃഷ്ടി ഭൂര് എന്നുള്ള ഭൂലോക ദൃഷ്ടി നടത്തുക ശിരസില്. ഭുവ ഇതി ബാഹു, അവന്റെ രണ്ട് കൈകൾ എന്താണ്? ഭുവർലോകമാണ്. അതെന്തുകൊണ്ടാ? ദ്വേ ഏതേ അക്ഷരേ. ഈ അക്ഷരങ്ങളും രണ്ടെണ്ണം ഉണ്ട്. ദ്വേ ഏവ ബാഹു, ബാഹുക്കളും രണ്ടെണ്ണം ഉണ്ട്. പിന്നെന്താണത്? സുവരിതി പ്രതിഷ്ഠ. ദ്വേ പ്രതിഷ്ഠേ ദ്വേ ഏതേ അക്ഷരേ. പ്രതിഷ്ഠ എന്ന് പറഞ്ഞ പാദം എന്നർത്ഥം. അപ്പൊ രണ്ട് പാദവുമാണ്, രണ്ടക്ഷരവുമാണ്. അതുകൊണ്ട് പാദങ്ങളില് സ്വഹ എന്നുള്ള ലോകദൃഷ്ടി നടത്തുക. തസ്യ ഉപനിഷത് ആഹാരിതി, ഉപനിഷത്ത് ഉദ്ദേശിച്ച രഹസ്യനാമമാണ്. ഈ പുരുഷന്റെ പേരാണ് അഹം അഹരിതി, അല്ലെ? അഹരിഹി, അഹരിതി. ഹന്തി പാത്മാനം ജഹാദിച്ച ഏവം വേദ. ആരാണ് ഇപ്രകാരം ഉപാസിക്കുന്നത് അവന്റെ പാപങ്ങൾ നഷ്ടപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ ചുരുക്കിയിട്ട് ടീക്കയിൽ കാണുന്നത് തസ്യ ഭൂരിതി ശിരഃ. ആ ആദിത്യമണ്ഡലാന്തർഗതനായിരിക്കുന്ന പുരുഷന്റെ ശിരസാണ് ഭൂർലോകം. സോറി, ഭൂലോകം. ഭൂലോകമാണ് ശിരസ്. ഭുവ ഇതി ബാഹു, ഭുവർലോകമാണ് ബാഹുക്കൾ എന്ന് പറഞ്ഞാല് ബാഹുക്കളിൽ ഭൂവർലോക ദൃഷ്ടി നടത്തുക. സുവരിതി പ്രതിഷ്ഠ, പ്രതിഷ്ഠ എന്ന് പറയുന്ന അർത്ഥം പാദം ഇത്യർത്ഥ. അപ്പോൾ പാദത്തില് സുവർലോക ദൃഷ്ടി നടത്തുക എന്നർത്ഥം. ഇനി ഭാഷ്യം കണ്ടോ. വ്യാഹൃത്യ അവയവ, അതിന്റെ അർത്ഥം എന്താ? വ്യാഹൃതികൾ അവയവത്തോടു കൂടിയിരിക്കുന്ന ആ ഹിരണ്യഗർഭൻ എന്നാണ് ഉദ്ദേശിച്ചത്. ഹിരണ്യഗർഭ അഭിന്നമായിരിക്കുന്ന ആദിത്യമണ്ഡലസ്ഥനായിരിക്കുന്ന പുരുഷൻ. പുരുഷ, ഇതെങ്ങനെ പുരുഷ ശബ്ദം പറയാം? പുരുഷാകാരത്വാത് നമ്മൾ പറഞ്ഞല്ലോ. ആ നഗാഗ്രം ശോർണ ഏവ എന്ന് പറഞ്ഞിട്ട് പുരുഷാകാരമാണത്. അതുകൊണ്ട് പുരുഷൻ എന്ന് വിളിക്കുക. അല്ലെങ്കിലോ പൂർണ്ണം വ അനേന പ്രാണബുദ്ധിയാത്മന ജഗത് സമസ്തമിതി. അതായത് ഈ പ്രാണനെ സമഷ്ടി പ്രാണനാണല്ലോ, ഇതിനെ നമ്മൾക്ക് സർവക്രിയാത്മകനെന്നോ സർവജ്ഞാനാത്മകനെന്നോ പറയാം. കാരണം സമഷ്ടി ലിംഗശരീര അഭിമാനിയാണ് എന്നുള്ളത് കൊണ്ട് ആ ലിംഗശരീരത്തിൽ പ്രാണനുള്ളതിനാൽ പ്രാണനാണ് ക്രിയാ കാരണം എന്നുള്ളതിനാൽ
സകല ക്രിയാത്മകനാണ് ഈ ഹിരണ്യഗർഭൻ എന്ന് പറയാം. അതേപോലെ സകല ജ്ഞാനങ്ങൾക്കും കാരണമാണ് ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങൾ ലിംഗശരീരത്തിന്റെ ഭാഗമായതുകൊണ്ട് ആ ലിംഗശരീര അഭിമാനിയായിരിക്കുന്ന ഹിരണ്യഗർഭനെ നിങ്ങൾക്ക് സകല ജ്ഞാനാത്മകൻ എന്നും പറയാം. ഇത് നിങ്ങൾക്ക് മറ്റു പല സ്ഥലത്തും കാണാം. അതിന്റെ ചെറിയൊരു ഭാഗമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. അനേന പ്രാണബുദ്ധ്യാത്മന, ഈ പ്രാണാത്മാവ് രൂപത്തിലും ബുദ്ധ്യാത്മാ രൂപത്തിലും ജഗസമസ്തം ആരാണ്? ഹിരണ്യഗർഭനാണ്. അതായത് വെഷ്ടി അന്ധകരണാദികളും ബുദ്ധിയാദികളും എല്ലാം തന്നെ സമഷ്ടിയായിരിക്കുന്ന ഹിരണ്യഗർഭന്റേതായതുകൊണ്ട് ഈ വെഷ്ടിയായിരിക്കുന്ന ജഗത്ത് മൊത്തം ആരാ? സമഷ്ടിയായിരിക്കുന്ന ഹിരണ്യഗർഭനാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ അവൻ സകല ജഗത്തായതിനാൽ പൂർണ്ണസ്വരൂപനായതിനാൽ പൂർണ്ണത്വാത് പുരുഷ എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? പുരി ശയനാത് വാ പുരുഷ, ഈ ശരീരത്തിൽ നിൽക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവൻ അവന്റെ ശരീരത്തിൽ നിൽക്കുന്നതുകൊണ്ട് പുരുഷൻ എന്ന് പറയാം. പുരി എന്ന് പറയുന്ന ശരീരം, പുരൻ എന്ന് പറയുന്ന ശരീരം, പുരി എന്ന് പറയുന്ന ശരീരേ, ശരീരത്തിൽ ശയനം നടത്തുന്ന ഇരിക്കുന്നത് കൊണ്ട് അവിടെ കിടക്കുന്നതുകൊണ്ടാണ് ആ ശരീരത്തിൽ സമ്പന്നമായത് കൊണ്ട് അവനെ പുരുഷൻ എന്ന് വിളിച്ചോ. സോഹം അസ്മി, അസ്മിക്ക് അർത്ഥമാണ് ഭവാമി, അത് ഞാനാകുന്നു. നിങ്ങളുടെ 16 കഴിഞ്ഞു അല്ലേ? ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.